സ്വാഗതം ചതുരംഗത്തിലേക്ക്. ഇന്ന് അതീവ ഗൗരവമുള്ളൊരു വിഷയമാണ് ചതുരംഗം ചർച്ച ചെയ്യുന്നത്. ലഹരിയും കൗമാരവും. എല്ലാത്തിലും നമ്പർ 1 എന്ന് അഭിമാനിക്കുന്ന, അഹങ്കരിക്കുന്ന മലയാളികൾക്ക് മുന്നിൽ ഒട്ടേറെ കയ്പ് നിറഞ്ഞ വാർത്തകളാണ് സമീപ നാളുകളിൽ വരുന്നത്. വിദേശ രാജ്യങ്ങളിൽ ഇതുപോലുള്ള വാർത്തകൾ, സഹപ്രവർത്തകരെ, കൗമാരപ്രായമുള്ള കുട്ടി വെടിവെച്ചു കൊന്നു, 10-15 പേരെ തലക്കടിച്ച് കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകളെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ ഞെട്ടാറുണ്ടായിരുന്നു. ഇന്ത്യൻ സംസ്കാരത്തിനോട് ഒട്ടും ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഇത്തരം വാർത്തകൾ എന്ന് എല്ലാവരും മനസ്സിൽ കരുതുകയും ചെയ്തു. പക്ഷേ സമീപ നാളുകളിൽ നമ്മുടെ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ, സാംസ്കാരിക സമ്പന്നരെന്ന് അഭിമാനിക്കുന്ന മലയാളത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ വളരെ അനുയോജ്യരായ 3 വ്യക്തികളെ തന്നെ നമുക്ക് അതിഥികളായി ലഭിച്ചിട്ടുണ്ട്. റിട്ടയേർഡ് SP ശ്രീ R.K. ജയരാജ്, വാളയാർ കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കൂടിയായ അഡ്വക്കേറ്റ് പയസ് മാത്യു, സൈക്കോളജിസ്റ്റ്, തൃശ്ശൂരിലെ ആശുപത്രിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഗീതു രാംദാസ്. 3 പേരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 3 പേരും അവരുടെ മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ കൈകാര്യം ചെയ്തവരാണ്. മുൻകാലങ്ങളിലില്ലാത്ത രീതിയിൽ ഇപ്പോഴുണ്ടാവുന്ന അക്രമങ്ങളും ലഹരി ഉപയോഗവും വർദ്ധിച്ചതായി അവർ പറയുകയും ചെയ്തു. ആ വിഷയങ്ങളെല്ലാം അവർ തന്നെ പ്രേക്ഷകരോട് പറയും. എന്ത് മാറ്റമാണ് വരേണ്ടത്? ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. മൊബൈലിൻ്റെ ഉപയോഗം, രക്ഷിതാക്കൾക്ക് കുട്ടികളുമായി അധിക സമയം ചെലവഴിക്കാൻ ലഭിക്കുന്നില്ല, ഇതുപോലെയുള്ള വെബ് സീരീസുകൾ, ഇതെല്ലാം പറയുന്നുണ്ട്. എന്തായാലും അവരുടെ വാക്കുകളിൽ തന്നെ കേൾക്കാം. ശ്രീ R.K. ജയരാജ്, താങ്കളും കേട്ട് കാണുമല്ലോ. ഇപ്പോൾ സമീപ നാളുകളിലെ ഈ വാർത്തകളെല്ലാം ഒരു കുടുംബാംഗങ്ങളിലെ സ്വന്തം അനിയനെ ഉൾപ്പെടെയുള്ളവരെ പ്രത്യേകിച്ച് പ്രകോപനമൊന്നുമില്ലാതെ പെട്ടെന്ന് തലക്കടിച്ച് കൊലപ്പെടുത്തുക, സഹപാഠിയെ നെഞ്ചക്ക് കൊണ്ട് തലക്കടിക്കുക, ഇതുപോലെ 1-2 വിരലിൽ ചൂണ്ടിക്കാണിക്കാവുന്ന വാർത്തകളല്ല. അത്രയേറെ വാർത്തകൾ ദിനം പ്രതി വരുന്നു. ഞെട്ടിത്തരിക്കുന്ന രീതിയിലേക്ക് മാറുമ്പോൾ ഓരോ അനുഭവങ്ങളും കേൾക്കാൻ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. നമസ്കാരം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ക്രൂരമായ, അതിക്രൂരമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണത് വാർത്തയാകുന്നത്. അതിനൊക്കെ അപ്പുറത്ത് എത്രയോ ഭീകരമാണ് ഇന്നത്തെ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷം. സാധാരണ പറയും ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറയും. ആൾക്കൂട്ടങ്ങൾ തമ്മിലുള്ള ഒരു സുരക്ഷ. ഒരു പ്രദേശത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ അത് തടയുന്നത് പലപ്പോഴും പോലീസ് എത്തിയിട്ടില്ല. പലപ്പോഴും ആ പ്രദേശത്തുള്ളവർ തമ്മിലുള്ള ഒരു കൂട്ടായ്മ, അത് മനുഷ്യ ജന്മം ഉണ്ടായ കാലം തൊട്ടുള്ളതാണ് ഈ ഹേർഡ് ഇമ്മ്യൂണിറ്റി. അതിലാണ് വിള്ളലുണ്ടായിരിക്കുന്നത്. കാരണം തൊട്ട അയൽവാസികളിൽ നിന്ന് പോലും സുരക്ഷയില്ലാത്ത, ഇപ്പോൾ പറവൂർ ചന്ദമംഗലത്തൊക്കെ ഉണ്ടായ കാര്യങ്ങൾ, നിസ്സാര തർക്കത്തിൻ്റെ പേരിൽ പോലും എന്ന് തുടങ്ങി കുട്ടികളിലെ ലഹരി മാത്രമാണ് എല്ലാത്തിനും കാരണം എന്ന് പറയാൻ കഴിയില്ല. കാരണം കോവിഡിന് ശേഷം മിക്കവാറും എല്ലാ കുട്ടികളുടെയും കയ്യിൽ മൊബൈൽ എത്തി. അതിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്ത, അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ അവകാശം, ഇതിനെക്കുറിച്ച് മറ്റാരേക്കാളും അവർ ബോധവാന്മാരാണ്. അത് പല രക്ഷിതാക്കൾക്കും അറിയില്ല. അപ്പോൾ രക്ഷിതാക്കൾക്കായാലും അധ്യാപകർക്കായാലും മീഡിയയ്ക്കായാലും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള റോളുകളുണ്ട്. ഇന്നത്തെ ഈ അനിയന്ത്രിതമായ രീതിയിലുള്ള ഈ ലഹരി ലഭ്യത ഇന്നത്തെ ഈ പോലീസ് സംവിധാനത്തിനോ അല്ലെങ്കിൽ എക്സൈസ് സംവിധാനത്തിനോ കൊണ്ട് മാത്രം മാനേജ് ചെയ്യാൻ കഴിയുന്നൊരവസ്ഥയിലല്ല. ഒരുപാട് കൂട്ടായിട്ടുള്ളൊരു ആക്ഷൻ പ്ലാനുകൾ ആവശ്യമാണ്. ശ്രീ പയസ് മാത്യു, അദ്ദേഹം പോക്സോ കോടതിയിലെ പ്രോസിക്യൂട്ടർ കൂടിയായിരുന്നു. ആ മേഖലയിലും ഒപ്പം തന്നെ ഇതുപോലെ കൗമാരക്കാരുമായി ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങളിൽ കോടതിയിൽ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. പറഞ്ഞോളൂ. നമസ്കാരം. ഏതായാലും TCV ഇത്രയും ഒരു ബേണിംഗ് ഇഷ്യൂ ഈ സമയത്ത് ചർച്ചയ്ക്കെടുത്തതിൽ ഞാൻ ആദ്യമായിട്ട് TCV അഭിനന്ദിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട നമ്മുടെ കേരളത്തിലെ ഒരു ബേണിംഗ് ഇഷ്യൂ, കേരളത്തിൽ നിന്ന് വേണ്ട ഇന്ത്യയിലും മൊത്തത്തിൽ പൊതുവായി നോക്കുമ്പോൾ നമ്മൾ കേരളത്തിലെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഞാനിതിനെ നോക്കിക്കാണുന്നത്, നമുക്കറിയാം ഈ സംസ്ഥാന സർക്കാരിൻ്റെ വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ ഒരു റിപ്പോർട്ട് ഈ അടുത്ത നാളിൽ കാണുകയുണ്ടായി. അതിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, അതിൻ്റെ ബേസിലുള്ളൊരു കാവൽ പദ്ധതി.
ഈ കഴിഞ്ഞ 2023 ഏപ്രിൽ മാസം തൊട്ട് 2024 നമ്മുടെ ഈ മാർച്ച് മാസം എത്തി നിൽക്കുന്ന ഈ സമയത്തുള്ള ഒരു സ്റ്റഡിയിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അതിലെ കുട്ടികളെ നമ്മൾ 2 തരത്തിൽ അതിനെ നിരീക്ഷിച്ചു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കുമ്പോൾ ഇരകളാക്കപ്പെടുന്ന കുട്ടികളുമുണ്ട്, കുറ്റവാളികളാക്കപ്പെടുന്ന ബാലനീതി നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന കുട്ടികളുമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോക്സോ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ഇരകളാക്കപ്പെടുന്ന കുട്ടികളും ജുവനൽ ജസ്റ്റിസ് ആക്ട് 2015 ഭാഗമായിട്ട് വരുന്ന കുട്ടികൾ കുറ്റവാളികളാക്കപ്പെടുന്ന ആ കുട്ടികളും തമ്മിലുള്ള ഒരു ആത്മസംഘർഷമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇവിടെ കാവൽ പദ്ധതിയിൽ നിരീക്ഷിക്കപ്പെട്ട ഈ കുട്ടികൾ കുറ്റവാളികളാക്കപ്പെട്ട കുട്ടികളെ നിരീക്ഷിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, പോക്സോ കേസുകൾ ഈ 1 വർഷത്തിനകം ഇരകളാക്കപ്പെട്ട അല്ലെങ്കിൽ അതിലെ വിക്ടിമൈസ് ചെയ്യപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു എണ്ണം, അതിൻ്റെ ഒരു ശതമാനം നോക്കിയപ്പോൾ അതോടൊപ്പം തന്നെ കുട്ടികൾ കുറ്റവാളികളാക്കപ്പെട്ട കുട്ടികളുടെ ശതമാനവും തമ്മിലുള്ള വലിയൊരു വൈരുദ്ധ്യം നമുക്ക് ബോധ്യപ്പെട്ടൊരു സംഗതിയാണ്. നമുക്കറിയാം, അതിലെ പോക്സോ കേസുകളിൽ കുറ്റവാളികളാക്കപ്പെട്ട പോക്സോ കേസുകളിൽ വരുന്ന കുറ്റവാളികളാക്കപ്പെട്ട കുട്ടികൾ ഏതാണ്ട് 700 ചില്ലുവാനം കുട്ടികൾ അതിൻ്റെ അകത്ത് ഈ പറയുന്ന കുറ്റവാളികളാക്കപ്പെട്ടു എന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് മർഡർ അതിൽ വരുന്ന കുറ്റവാളികളാക്കപ്പെട്ട കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഡിന് ശേഷം വന്ന ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് അവർ തീരുമാനിക്കുന്നു, അവർ നടപ്പിലാക്കുന്നു, കൊല്ലുന്നു, കൊല്ലപ്പെടുന്നു, കൊല്ലാൻ ആക്രോശിക്കുന്നു, അല്ലെങ്കിൽ അതിൽ ജയിക്കാൻ ഉദ്ദേശിക്കുന്നു, ഓൺലൈൻ ഗെയിമുകളിലേക്ക് കടക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ ആത്മസംഘർഷങ്ങളിൽ ഏർപ്പെട്ട ഒരു വിഭാഗത്തെ ഒരു തലമുറയാണ് നമ്മൾ കാണുന്നത്. ഇതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ നമ്മളെപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മൾ വിക്ടിം സെൻട്രിക് അപ്രോച്ച്, നമ്മൾ ഇൻസിഡൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, വിക്ടിം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നില്ല. കാരണം ഒരു സംഭവം നടക്കുമ്പോൾ ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് പോലും പ്രാധാന്യമേറിയത് ഇപ്പോൾ ഈ സമീപകാലത്തുണ്ടായ സംഭവങ്ങൾ, അപ്പോൾ ആ സംഭവത്തിനെ തുടർന്നാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. നമ്മൾ എപ്പോഴും അതിനെ ഏതെങ്കിലും തരത്തിൽ അത് പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഉണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകുമ്പോഴുള്ള ഒരു ചർച്ച മാത്രമായിട്ടാണ് നമ്മുടെ സമൂഹം. ഇതിനാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഷഹബാസിൻ്റെ കേസിലും അതുപോലെ തന്നെ മറ്റ് കേസുകളിലും ഒക്കെ ഇപ്പോൾ പോലീസിനോ നീതിന്യായ നിയമ സംവിധാനങ്ങൾക്കോ ഒക്കെ ഒരു പരിമിതിയുണ്ട്. നമ്മുടെ പൊതുസമൂഹം അത്രയും കുട്ടികൾ തമ്മിലുള്ള ഒരു സംഘർഷം ഉണ്ടായപ്പോൾ നോക്കി നിന്ന ഒരു പൊതുസമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. ആ പൊതുസമൂഹം അതിൽ ഇടപെട്ട് അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള രീതിയിലേക്ക് അവർ മുന്നോട്ട് വരുന്നില്ല. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യപ്പെടേണ്ട, അല്ലെങ്കിൽ അതിനോട് എന്ത് പ്രതിവിധിയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് നമ്മൾ ചർച്ചയ്ക്ക് മുന്നോട്ട് വയ്ക്കേണ്ട സംഗതിയാണ്. ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കുട്ടികളിലുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് താങ്കൾക്കും ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു ഏരിയ, കൗമാരക്കാർ അല്ലെങ്കിൽ കുട്ടികളാണ് ഒരു സൊസൈറ്റിയിലെ സ്ട്രെങ്ത്ത്. അവരുടെ മെൻ്റൽ ഹെൽത്ത് ഇപ്പോൾ ഒരുപാട് എഫക്റ്റഡ് ആയിട്ടുണ്ട്. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, എനിക്ക് ഏറ്റവും അധികം ഞാൻ ഈ ഫാമിലി ആയിട്ടുമാണ് എൻ്റെ കൗൺസിലിംഗ്, ഞാൻ 20 years ഓഫ് എക്സ്പീരിയൻസ് കൗൺസിലിങ്ങിലുള്ളതിൽ ഫാമിലി ആണല്ലോ നമ്മൾ കാണുന്നത്. കുട്ടികളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു. അതിലേറെ കൂടുതൽ കുട്ടികളോടുള്ള അപ്രോച്ചിൽ പാരൻസിൻ്റെ സൈഡിൽ നിന്നുള്ള ക്ഷമ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഒരു വീട്ടിലുള്ള സംസാരങ്ങളിൽ പോലും ഒരു ശാന്തത അതില്ല. എല്ലാവരും ബഹളങ്ങളിലാണ്. വീട്ടിലെന്നും വഴക്കുകൾ, അല്ലാണ്ട് കുടിച്ചിട്ടുള്ള ബഹളങ്ങളല്ല, അല്ലാതെ തന്നെയായാലും അതിൽ ഒരുപാട് ബഹളങ്ങളും എല്ലാം വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻസ് കുറഞ്ഞു എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 2, കൂട്ടുകുടുംബം സിസ്റ്റത്തിൽ നിന്നും മാറിയതിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്, കൂടുതൽ ആൾക്കാരുമായിട്ട് ഇടപെട്ട് കേൾക്കാനുള്ളൊരു സാഹചര്യം ഇന്ന് കുറഞ്ഞു. ഇപ്പോൾ ഒരാൾ കുറ്റം പറയുമ്പോൾ അറിയുക എന്നല്ലാണ്ട് വീട്ടിൽ ബാക്കിയുള്ളവരെന്തെങ്കിലും ചെയ്യുമ്പോഴത്തെ കാര്യങ്ങൾ എല്ലാം കേട്ട് കുറേ ഡെവലപ്മെൻ്റ് ഉണ്ട്. അതെല്ലാം പോയി. കറക്ഷൻസ്, കുട്ടികളെ മനസ്സിലാക്കുക, കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക, കുട്ടികളെ അത് മാത്രമാണ് ചിന്തിക്കുന്നത്. അവർക്ക് കറക്ഷൻസോ അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നേ ഇല്ല വീടുകളിൽ. അവർക്ക് വേണ്ടി അവരുടെ സന്തോഷം, അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടുതൽ. അതിൽ നിന്ന് മാറി ഞങ്ങളുടെയൊക്കെ ഇപ്പോൾ ഈ പറയുന്ന 3 പേരുടെയും ഒരു ജനറേഷനിൽ പാരൻസിൻ്റെ ചുറ്റുവട്ടത്താണ് നമ്മളൊക്കെ വളർന്നിട്ടുള്ളത്. പക്ഷേ ഇന്നെന്നല്ല, ഒരു 10-15 കൊല്ലമായിട്ട് കുട്ടികളുടെ ചുറ്റുമാണ് പാരൻസ് നീങ്ങണത്.
അതിൻ്റെ ഒരു വലിയൊരു മാറ്റമുണ്ട്. അപ്പോൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സാഹചര്യങ്ങളും ഒരുപാട് ചിന്തകളും എല്ലാം വരും. അതിലൊരു ഗൈഡൻസോ കറക്ഷൻസോ കൊടുക്കാനായിട്ടുള്ളൊരു എഫേർട്ട് എടുക്കുകയും അത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വീടിൻ്റെ കൂട്ടായ്മയോട് കൂടിയിട്ടുള്ളൊരു സമാധാനം പോവുകയാണെന്നുള്ളത് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുന്നൊരു എൻവയോൺമെൻറ്റ് ഇല്ല ഇപ്പോൾ. അതുപോലെ തന്നെ ഈ ഗെയിമിങ്ങുകളും എല്ലാതും ആയാലും ഈവൻ ഗെയിം കളിക്കുമ്പോൾ കുട്ടികൾ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അവർ ഈ ഫിംഗർ ടിപ്പിൽ കൂടി ഇങ്ങനെ കളിക്കുമ്പോൾ സ്ട്രെസ്സാണ് അവർക്ക് കൂടുതൽ വരുന്നത്, ഹാപ്പി ഹോർമോൺസ് അല്ല വരുന്നത്. അതുപോലും കുട്ടികളെ ഒരുപാട് വയലൻ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രെസ്സ് അല്ലെങ്കിൽ ആങ്സൈറ്റി ഉള്ള ഹോർമോൺസാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ ആയാലും പാരൻസിൻ്റെ ആയാലും ശാന്തതയുടെ ഉള്ളൊരു എൻവയോൺമെൻറ്റ് ഇല്ലാത്തതിൻ്റെ കുറവ്, ഇരുന്ന് സംസാരിക്കാനുള്ള സമയമില്ല എന്നുള്ളതിനേക്കാളും കൂടുതൽ ഞാൻ പറയുക ക്ഷമയില്ല, മനസ്സില്ല എന്നാണ്. സമയമൊക്കെ ഒരു 10-20 മിനിറ്റ് കിട്ടാത്തൊരു പാരൻ്റ് ഇല്ല. അതിൽ വന്ന മാറ്റം ഏറ്റവും വലിയൊരു റോൾ എടുക്കണമെന്ന് ഞാൻ പറയും. ഇതുമായി കണക്ട് ചെയ്തിട്ട് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ നേരത്തെ പഴയ തലമുറയും പുതിയ തലമുറയും താരതമ്യം ചെയ്ത് പറയുകയുണ്ടായല്ലോ. മുമ്പൊക്കെ ഈ ശിക്ഷണത്തിലും വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ഫാമിലിയിലായാലും വിദ്യാലയങ്ങളിലായാലും. അത് സ്നേഹക്കുറവ് കൊണ്ടല്ല, പക്ഷേ ആ രീതി ചിലപ്പോൾ 2 അടി കൊടുത്തേക്കാം, ചിലപ്പോൾ 2 അല്ല, അതിനൊക്കെ അധ്യാപകർ പഠിക്കണം. ഇപ്പോൾ അധ്യാപകർ വടിയെടുക്കാൻ പാടില്ല. ആ ഒരു തലം മാറിയത് ഇപ്പോൾ വീണ്ടും വരുന്നുണ്ട്. ആ രീതിയിലേക്ക് തന്നെ പോകണം, അധ്യാപകർക്ക് ചൂരിൽ തിരിച്ചു കൊടുക്കണം, സമൂഹത്തിനെ നന്മയിലേക്ക് വരാൻ വേണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് കാഴ്ചപ്പാട്? തീർച്ചയായിട്ടും ആ പറഞ്ഞ പോയിന്റ് തന്നെയാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇന്നല്ല ഒരു 10 കൊല്ലത്തിൽ മേലെയായിട്ട് സ്കൂളുകളിലേക്ക് ടോക്കുകൾക്ക് പോകുന്ന ഒരാളാണ്. ഞാൻ അവിടെ എന്നും പറയുന്നൊരു വരി തന്നെയാണ്, എന്ന് സ്കൂളുകളിൽ നിന്നും പടി ഇറങ്ങിയോ അന്ന് തൊട്ടിട്ട് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ ഒരു ആംഗിളേ മാറിപ്പോയി. ഇനി കുട്ടികളെ സ്നേഹിച്ചിട്ടാണ്, അവിടെയാണ് ആ ഒരു മാറ്റം പറഞ്ഞല്ലോ. തല്ലണ ആളുടെ ദേഷ്യം തീരണ വരെ അല്ല കുട്ടികളെ തല്ലേണ്ടത്, അതല്ല ഇവിടെ വേണ്ടത്. തെറ്റുകൾ തിരുത്താൻ അത് നമ്മൾ നോക്കിയാൽ മതി. ഒരു കൊച്ചു കുട്ടീനെ നമ്മളൊരു 2 വയസ്സോ 3 വയസ്സോ ഉള്ളൊരു കുട്ടി റോട്ടിലേക്ക് ഓടുമ്പോൾ നമ്മൾ പിടിക്കും. പിന്നെയും ആ കുട്ടി ഓടണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചീത്ത പറയും. പിന്നെ ഓടണമെന്ന് നല്ല അസലടിയാ കൊടുക്കും, കഴിഞ്ഞു. ഇതിലൊന്നും തെറ്റില്ലല്ലോ. ഇതെന്നാണ് കുട്ടികളെ ഹറാസ്മെൻറ്റ് മാത്രമാണ് ഈ പണിഷ്മെൻ്റ് എന്നുള്ളത് വന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സ്കൂളുകളിലായാലും ഒരു 2015 വരെ ഞാൻ ഫുൾ ടൈം സ്കൂൾസിൽ വർക്ക് ചെയ്തിരുന്ന സൈക്കോളജിസ്റ്റാണ്. ഒരു കുട്ടി ഹോംവർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒന്നും പറയാൻ പാടില്ല, അത് അവൻ്റെ എൻവയോൺമെൻറ്റ് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളത് എങ്ങനെയെങ്കിലും ചെയ്യാൻ സഹായിക്കുക എന്നല്ലാണ്ട് അവനെ വിളിച്ചിരുത്തി സ്നേഹിച്ച് എന്താ മോനെ ചെയ്യാത്തത്, ഒരിക്കലല്ല 2 അല്ല 3-ാമത്തെ പ്രാവശ്യമൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് ചെയ്തു തുടങ്ങും. അങ്ങനത്തെ ഒരു മോട്ടിവേഷനോട് കൂടിയിട്ട് ഒരു രീതി സ്കൂളുകളിലായാലും വീടുകളിലായാലും വേണം. ഇനി വെരി ഇമ്പോർട്ടൻറ്റ്, ഈ കുറ്റം പറയുക എന്നുള്ളൊരു രീതിയിലല്ലാണ്ട് കറക്ഷൻസ് ആണ് നടക്കുന്നത് എന്ന് കുട്ടികൾക്ക് കൺവിൻസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു റോളുണ്ട്. അത് പാരൻസിനായാലും ടീച്ചേഴ്സിനായാലും. കാരണം ചെറിയൊരു കുറ്റം പറയുമ്പോഴേക്കും ഇൻസൾട്ടായി തോന്നുക, അവർക്ക് ഈഗോ ക്രാഷ് ആവുക. ഞാൻ ചോദിക്കണത്, ഒരു 18 വയസ്സ് വരെ സ്കൂളുകളിൽ ഈ എല്ലാ പ്രൊട്ടക്ഷനും ഉണ്ട്. അപ്പോൾ 18 വയസ്സ് വരെ സ്കൂൾസിലാണ്. അവിടെ നിങ്ങൾ ചീത്ത പറയാൻ പാടില്ല, ഹേർട്ട് ചെയ്യാൻ പാടില്ല, ഒന്നും പാടില്ല. ശരി, 18 കഴിഞ്ഞാൽ ഏത് സ്ഥാപനങ്ങളിലും സ്കൂളിലും നിങ്ങളുടെ ഇമോഷൻസിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വിങ് ഇല്ല. അവിടെ ജോലി സ്ഥലത്ത് ഒരു 10 ആൾ അല്ലെങ്കിൽ 5 ആളോ ഉള്ളൊരു ജോലി സ്ഥലത്ത് ഒരിക്കലും ഈ 5 ആൾ അങ്ങോട്ട് ഇങ്ങനെ സപ്പോർട്ടീവ് ആവണമെന്നില്ല. 1-2 ആൾ മാറും. ഈ എൻവയോൺമെൻറ്റ് എങ്ങനെയാണ് മനുഷ്യരൊക്കെ ഒരു യൂസ് ടു ആവുക, അല്ലെങ്കിൽ എങ്ങനെ ഓവർകം ചെയ്യാം. എല്ലാവർക്കും ഡിപ്രഷൻ ആവുക, ആങ്സൈറ്റി ഇഷ്യൂസ് വരികയാണ്. അപ്പോൾ ഈ പറയുന്ന കറക്ഷൻസ് എല്ലാതും അവർക്ക് ജീവിതത്തിലേക്ക് ആവശ്യമുള്ളതാണെന്നും ഒരു കളിയാക്കലോ ഒരു ബെഞ്ചിൻ്റെ മുകളിലോ ഡെസ്കിൻ്റെ മുകളിലോ നിർത്തുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും, ഇൻസൾട്ട് തോന്നും, സങ്കടം വരും. അത് കഴിഞ്ഞ് ബെല്ലടിക്കുന്നതോട് കൂടിയിട്ട് നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ട് ഇറങ്ങി ഓടും. അവിടെ ക്രൈസിസ് എങ്ങനെ കടന്നു പോകണം എന്നുള്ളൊരു കടമ്പകൾ അത് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ഇൻസൾട്ട് വരുമ്പോഴേക്കും, അല്ലെങ്കിൽ വീട്ടിൽ കമ്പാരിസൺ വരിക എന്ന് പറയുമ്പോൾ അത് അപ്പോഴേക്കും ഭയങ്കര ഇൻസൾട്ട് ആവുകയാണ്. അത് മനസ്സിലാക്കാൻ ക്ഷമയും സമയവും വേണം കേട്ടോ. വെറുതെ കമ്പാരിസൺ മാത്രം പോരാ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും, അതിൽ കുറ്റം പറയുക എന്നുള്ളൊരു ഉദ്ദേശമല്ല, അതെന്താണ് അതിൽ നിന്ന് നമുക്ക് എടുക്കേണ്ടത്. അത്തരം കമ്മ്യൂണിക്കേഷൻ കൂട്ടിയാൽ മാത്രമേ, സ്നേഹവും കൂട്ടണം, എക്സ്പ്രഷൻ, ഇത് മാത്രമേ നമുക്കൊരു മാറ്റം വരുത്താൻ സാധിക്കും. ഇതിൽ പറയാനുണ്ടാവും ഈ 2 തലമുറയിൽ തമ്മിലുള്ള ഒരു വ്യത്യാസം. മുൻ തലമുറയെ പോലെയല്ല ഇപ്പോഴത്തെ. മുമ്പ് ഡോക്ടർ പറഞ്ഞ പോലെ മുമ്പ് രക്ഷിതാക്കളെ ചുറ്റിപ്പറ്റി കുട്ടികൾ വളരുന്ന സാഹചര്യം മാറി. ഇപ്പോൾ കുട്ടികളെ ചുറ്റിപ്പറ്റി കുടുംബം വളരുന്ന രീതി, കുടുംബം മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് മാറി എന്ന് പറയും. തീർച്ചയായിട്ടും ഇവിടെ അധ്യാപകർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ പേടിയാണ്. പണ്ട് നമ്മുടെയൊക്കെ കാലഘട്ടങ്ങളിൽ കുട്ടികൾക്ക് അധ്യാപകരെയായിരുന്നു പേടി. ഇതിന് പല കാരണങ്ങളുണ്ട്.
ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്തിനും ഏതിനും കുട്ടികളെ ശാസിക്കുന്നു എന്നുള്ളതല്ല, കറക്ഷണൽ സിസ്റ്റം തന്നെയാണ് എപ്പോഴും ആവശ്യം. ഇപ്പോൾ കുട്ടികളെ എന്തിനു വഴക്ക് പറയുന്നു, അല്ലെ കുട്ടികളോട് ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ പറഞ്ഞു കുട്ടികൾ ബാഗ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ ബാഗ് പരിശോധിക്കാൻ പാടില്ല, അതിൽ മൊബൈലുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളുണ്ടോ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുണ്ടോ, ഇത് പരിശോധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ പിന്നിലും, അങ്ങനെ ഒരു പരിശോധനയുടെ പിന്നിൽ ഒരു നല്ല ഉദ്ദേശം ഉണ്ടെന്നും ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു ഉദ്ദേശമാണ് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ വിസ്മരിച്ചു കൂടാ. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് വയ്ക്കുമ്പോൾ അത് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു നാളെ ഭാവിയുടെ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിനുള്ള ശ്രമകരമായ ദൗത്യമാണ് ഏറ്റെടുക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ നമ്മൾ അധ്യാപകരെ കുറ്റം പറയുന്നു. ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു വടികൊണ്ടുള്ള അടി, ഇവിടെ ശരിയായ നിലയിലുള്ള ശിക്ഷണം എന്നില്ലാതായോ ആ വടിയുടെ സ്ഥാനത്ത് ഇന്ന് മൊബൈലിലേക്ക് കൊണ്ട്, പണ്ട് ഒരു കൊച്ചുകുട്ടി ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പാവക്കുട്ടിയെ എടുത്ത് കയ്യിൽ കൊടുക്കുന്ന സാഹചര്യത്തിൽ മാതാപിതാക്കളും നേരെ മക്കൾക്ക് കൊടുക്കുന്നത് മൊബൈൽ ഫോണാണ്. ആ മൊബൈൽ ഫോണിലേക്ക് കടന്നതോടുകൂടി, ഡിജിറ്റൽ യുഗത്തിലേക്ക് കടന്നതോടുകൂടി ലോകത്തിൻ്റെ ഏത് കോണിലേക്കും ഏത് കാര്യത്തിനും ഏത് രീതിയിലേക്കുള്ള കാര്യങ്ങൾ അറിയുന്നതിനും ആൻസർ കിട്ടുന്നതിനും അവരൊക്കെ ആ ശ്രമത്തിലേക്ക് അവർ കടക്കുന്നു. ഒരാളെ എങ്ങനെ കൊല്ലണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ കൊല്ലാൻ പറ്റും, അല്ലെങ്കിൽ ഏത് രീതിയിൽ കൊല്ലാറാക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും, നിയമത്തിൻ്റെ പഴുതുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം, അല്ലെങ്കിൽ ഒരു തോക്കിൻ്റെ ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ കത്തിയുടെ ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ ഓൺലൈനിൽ കത്തി വാങ്ങിച്ചു വയ്ക്കുന്ന എത്ര കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് ഒരു തലമുറ വളർന്നു പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് കേവലം അധ്യാപകരെ കൊണ്ട് മാത്രമോ പോലീസിനെ കൊണ്ട് മാത്രമോ നിയമനീതിന്യായ സംവിധാനങ്ങൾ കൊണ്ട് മാത്രമോ പറ്റില്ല. പൊതുസമൂഹം ഉണർന്ന് ഇത് എൻ്റെ കുട്ടിയാണ്, നിങ്ങളുടെ കുട്ടിയല്ല, എൻ്റെയും കൂടി കുട്ടിയാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി അതിനെ തിരുത്താൻ ശ്രമിച്ചാൽ, അത് ഏറ്റവും താഴെ തട്ടിൽ നിന്ന് തന്നെ തുടങ്ങി. എന്തുമാത്രം ഡിപ്പാർട്ട്മെൻറ്റുകൾ നമുക്കുണ്ട്, അതുകൊണ്ട് മാത്രം കാര്യമായോ? ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉറങ്ങിക്കിടന്നിട്ട് കാര്യമില്ല. അതിന് പൊതുസമൂഹം കൂടി അതിൻ്റെ കൂടെ കൂടിച്ചേർന്നുകൊണ്ട് ഒരു കാര്യം കൂടി ഞാനൊന്ന് പറയാം. നമ്മുടെ പോലീസ് സ്റ്റേഷനുകളുടെ സമീപത്തും അതുപോലെ മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ലഹരിയുടെ വിൽപ്പന തകൃതിയായി നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കൃത്യമായി നമ്മളുടെ അന്വേഷണങ്ങൾ ചെന്നെത്തുകയും കുറ്റവാളികളെ കണ്ടെത്താൻ ശ്രമിക്കുകയും അങ്ങനെ കുറ്റവാളികളെ കണ്ടെത്തിക്കൊണ്ട് അതിനുള്ള, നമുക്കറിയാം പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിക്കപ്പെട്ടൊരു സാഹചര്യത്തിൽ ഒരുപാട്, അതുപോലെ തന്നെ മദ്യത്തിൻ്റെ ഉപയോഗം ഒരു പരിധിവരെ കുറയ്ക്കണമെന്നുള്ള നിലയിലുള്ള ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നപ്പോൾ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒഴിവാക്കുക. അത് നമുക്കറിയാം, കുട്ടികൾ കുറ്റവാളികളായിട്ടുള്ള വാസനകൾ, നിസ്സാരത്തിലുള്ള കുറ്റകൃത്യങ്ങളുണ്ട്, സീരിയസ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങളുണ്ട്, ഹീനസ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങളുണ്ട്. ഈ കുറ്റകൃത്യങ്ങളെ വേർതിരിച്ചുകൊണ്ട് നമുക്കൊരു സമൂഹത്തിൽ നോക്കിക്കാണുമ്പോൾ ഹീനസ് ആയിട്ടുള്ള കുറ്റകൃത്യം ചെയ്യാൻ കുട്ടികൾ കൂടുതലായി മുന്നോട്ട് വരുന്നു. ഇതെന്തുകൊണ്ടാണ്? തടയാൻ സാധിക്കുന്നില്ല. അത് നമ്മുടെ സമൂഹം കൃത്യമായി വീക്ഷിച്ച് അതിനുള്ള ഫലപ്രദമായ മാർഗങ്ങൾ സ്വീകരിക്കുക. എൻ്റെ അറിവിൽ ശ്രീ ആർ കെ ജയരാജ് അധ്യാപനത്തിന് ശേഷമാണ് പോലീസിലേക്ക് വന്നത്, ശരിയാണോ? എൻ്റെ ഒരു ഓർമ്മയുണ്ടായിരുന്നു. ആ ഒരു അധ്യാപന കാലഘട്ടം, അവിടെ നിന്ന് വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അധ്യാപകർക്ക് കുട്ടികളെ ഭയമാണ്. അധ്യാപകരുടെ കയ്യിൽ വടിയില്ല. ഇനി കുട്ടികൾ എന്തെങ്കിലും തെറ്റ് പറഞ്ഞ് കുട്ടിയെ ശാസിച്ചാൽ ഈ കുട്ടിക്ക് വേണ്ടിയായിരിക്കും രക്ഷിതാക്കൾ സംസാരിക്കാൻ വരിക. അപ്പോഴും അധ്യാപകർക്ക് ഭയം. ഈ രണ്ട് കാലഘട്ടത്തിൽ താങ്കൾ എങ്ങനെ കാണുന്നു? ഇത് വളരെ റിലവൻ്റ് പോയിൻറ്റ്സാണ് ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ട് കൗൺസിലേഴ്സ് സംസാരിച്ചത്. പക്ഷേ നമ്മൾ ഈ പഴയ നമ്മളിപ്പോൾ ഇതിൻ്റെ കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കുട്ടികളോട് നമ്മൾ പറയുകയാണ്, ഒരു പാരൻ്റ് പറയുകയാണ്, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ ഞാൻ സഹിച്ച ത്യാഗം, ഞാൻ ഇതുവരെ എത്താനുള്ള ഹാർഡ് വർക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ പ്രതികരണം എന്താണെന്നറിയോ? ഓൾഡ് വൈബ്, തന്ത വൈബ് എന്നാണ്. ആ ഉപദേശത്തെ എങ്ങനെ അവർ എടുക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ഭാഷ, അവരുപയോഗിക്കുന്ന വാക്കുകൾ പോലും കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല. അത്ര ഡിഫറൻ്റാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ ഈ പരിണാമ സിദ്ധാന്തത്തിലും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് വന്നു എന്ന് പറയുന്നത് ഇന്നിപ്പോൾ റിവേഴ്സ് ഓർഡറിലാണ്. പലതും കാണുമ്പോൾ തോന്നുമ്പോൾ മനുഷ്യൻ മൃഗത്തിലേക്ക് മാറുകയാണെന്ന് തോന്നുന്നു. അത് സ്നേഹം കിട്ടാതെ വരുമ്പോൾ സ്നേഹം കിട്ടുന്നിടത്തേക്ക് പോകുന്ന ഒരവസ്ഥ. കുട്ടികൾക്കൊരു സ്പേസ് കിട്ടുന്നില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ കൗമാരത്തിലെ ആൺകുട്ടികളെയാണ്. ഈ കൗമാരത്തിൽ ഇപ്പോൾ ഈ ലഹരി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്കൂൾ കുട്ടികളാണ്. മറ്റത് ഇതുവരെയുള്ള നമ്മുടെ പ്രശ്നങ്ങളെന്ന് പറയുന്നത്, നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ പ്രണയമായാലും മറ്റെന്തെങ്കിലും രാഷ്ട്രീയം മറ്റു കാര്യങ്ങളായിട്ടുള്ള അങ്ങനെയുള്ള സംഘർഷങ്ങളാണ്. പക്ഷേ ഇന്ന് ഈ ആൺകുട്ടികൾ ഒരു 15 വയസ്സ് ആ പ്രായത്തിലേക്ക് എത്തുന്ന ആൺകുട്ടികളെ വീട്ടിൽ വേണ്ടത്ര കെയർ പോലും ചെയ്യുന്നില്ല. പലപ്പോഴും പെൺകുട്ടിയുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ആ ഭാവി അറിയാൻ അവരെ പെടുത്തുന്ന കാര്യങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലെങ്കിൽ വയലൻറ്റ് അല്ലെങ്കിൽ സൈലൻറ്റ്, നേരത്തെ മാഡം പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു അവസ്ഥ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരുപാട് ഘടകങ്ങൾ
ഒരുപാട് അനിവാര്യമായത് നമ്മളിപ്പോൾ ചർച്ച ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങളില്ല. പ്രത്യേകിച്ച് മീഡിയ ഒക്കെ ഈ അതിരപ്പള്ളി വനത്തിൻ്റെ ഉള്ളിൽ കാട്ടാനയ്ക്ക് മസ്തകത്തിൽ മുറിവ് പറ്റിയതിനെക്കുറിച്ച് മണിക്കൂറുകളോളം ചാനൽ ചർച്ചകളിൽ വരുന്നുണ്ട്, പ്രോഗ്രാമിൽ വരുന്നുണ്ട്. ഒരു പുലി വയസ്സായി ചത്താൽ പോലും അത് വലിയ വാർത്തയാകുന്നുണ്ട്. പക്ഷെ ഇത്രയും ഗൗരവമായ പ്രശ്നങ്ങൾ സമൂഹത്തിൽ നടക്കുമ്പോൾ അതിന് വലിയൊരു റോള് സോഷ്യൽ മീഡിയയ്ക്ക് ചെയ്യാനുണ്ട്. അതുപോലെ ടീച്ചേഴ്സായാലും ഞാനൊരു ഹോപ്പ് എന്ന് പറയുന്ന ഒരു ഇതിനകത്ത് സൈക്കോളജി ഇതിലുള്ള കൂടെ ആളാണ്. അപ്പോൾ അവിടെ വരുന്നൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും, പെൺകുട്ടി അനിയത്തി നന്നായിട്ട് പഠിക്കും, ഇവന് കണ്ണിന് കുറച്ച് കാഴ്ച പരിമിതിയുണ്ട്, പഠിക്കാനത്തിന് പുറകിലാണ്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും സ്കൂളിൽ വന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ റിവേഴ്സാണ് പറയുന്നത്, ടീച്ചേഴ്സിൻ്റെ റോളാണ് പറയുന്നത്. ഈ അനിയത്തി കണ്ടു പഠിക്കൂ, നിന്നെന്തിനു കൊള്ളാം. ഈ ലഹരിയിലേക്ക് പോകുന്ന വലിയൊരു ശതമാനം കുട്ടികൾ അപകർഷത, ഈ രീതിയിൽ സമ്മർദ്ദം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലം പാരൻസ് അല്ലെങ്കിൽ പ്രോബ്ലം ടീച്ചേഴ്സിൽ നിന്ന് അങ്ങനെ അവർ ഗാഡ്ജറ്റുകൾ ആശ്രയിക്കുകയാണ്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ക്വിക്ക് ഗെയിം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ക്വിഡ് ഗെയിം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗെയിംസ്, അതിലൊരു ഈ പാവയാണ് ഇന്നത്തെ ഈ ന്യൂ ജെന്നിൻ്റെ അവരുടെ ചാറ്റ് ഗ്രൂപ്പിൽ അവർ വാൾപേപ്പറായിട്ട് ഇട്ടിരിക്കുന്നത്. അത് ദക്ഷിണ കൊറിയൻ ഒരു ഗാഡ്ജറ്റാണത്. കുട്ടികൾ ഏറ്റവും കൂടുതൽ ഡാൻസിലായാലും മറ്റ് ഈ വയലൻസ് ആയാലും ഇതൊക്കെ ചെയ്യുന്നത്, അവരാശ്രയിക്കുന്നത് ഇത്തരത്തിലുള്ള വീഡിയോസാണ്. ഇതിനെക്കുറിച്ചൊന്നും പാരൻസിന് പ്രത്യേകിച്ച് ഒരു അറിവോ ഈ ടീച്ചേഴ്സിന് അറിവോ ഇല്ല. ടീച്ചേഴ്സിൻ്റെ ഇടയിലുള്ള ഇപ്പോൾ ഏറ്റവും കൂടുതൽ മറ്റൊരു പോയിൻ്റ് എന്ന് പറയുന്നത് മത്സരബുദ്ധിയാണ്. എങ്ങനെയും A+ വാങ്ങിക്കും. 10ാം ക്ലാസ്സിനേക്കാൾ കൂടുതൽ കുട്ടികൾ ഡീവിയേറ്റ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ്. കാരണം 10ാം ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധയും കാര്യങ്ങളുണ്ട്, ടീച്ചേഴ്സിന് ശ്രദ്ധയുണ്ട്. 9ാം ക്ലാസ്സിൽ വെച്ച് തന്നെ അവർ ഈ കുട്ടികൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തും ചെയ്യാം എന്നുള്ള ഒരു രീതിയിലേക്ക്, അതൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിച്ചത്. അതുപോലെ തന്നെ ഈ കൊലപാതകം നടന്ന് പിറ്റേ ദിവസം പരീക്ഷ എഴുതാൻ അവരെ അനുവദിച്ചതിനെക്കുറിച്ചും അതിന് നിയമപരമായ അതിൻ്റെ സാധുത ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു മലയാളിയുടെ പൊതുബോധത്തിനെയോ യുക്തിബോധത്തിനോ അത് ഒട്ടും യോജിക്കാത്ത കാര്യങ്ങളാണ് അവർ പറയുന്ന. ഇന്ന് അവരുടെ പാരൻറ്റിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. കാരണം അവർക്ക് നഷ്ടപ്പെട്ടത്, പരീക്ഷ എഴുതിയില്ലെങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്നത് ഒരു വർഷം ഒരു ചാൻസാണ്. പക്ഷെ അവർ മകന് നഷ്ടപ്പെട്ടൊരു വിലയേറിയ ജീവനാണ്. അപ്പോൾ എന്തിനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അധികാര സ്ഥാനങ്ങളിലുള്ളവരായാലും മറ്റെല്ലാ രീതിയിലായാലും ഒരു പുനർചിന്തനവും ഒരു പ്ലാൻ ഓഫ് ആക്ഷനും നമ്മളിനി പരസ്പരം അപലപിച്ചിട്ടോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ടോ അത് എന്തുകൊണ്ടുണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് അടിയന്തരമായിട്ട് അതിന് എന്ത് ആയിട്ടുള്ള ഒരു പരിഹാരം എന്ന് ഒരു പൊതു ചർച്ച ഉണ്ടാവണം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇത്തരം ചർച്ചകൾ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. ഈ മലയാളികളുടെ ആ ഒരു പൊതുബോധത്തിന് ഏറ്റവും മുറിവ് എന്ന് തന്നെ പറയാം. കുട്ടികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചപ്പോൾ ഭൂരിഭാഗം പേരും അതിനെതിരെ രംഗത്ത് വന്നു. ഭൂരിഭാഗം എന്നല്ല, ആ കുടുംബം ഒഴിച്ച് ബാക്കി എല്ലാവരും അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത്? ഇപ്പോഴും ഈ ജുവനൈൽ ആക്ട്സിൽ, അതുപോലെ തന്നെ ഈ വെബ് സീരീസും ഗെയിമുകളും ഇപ്പോഴും എത്രയോ കുട്ടികൾ ഇപ്പോഴും ആ പേരിൽ മരിച്ചുകൊണ്ടിരിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു. ആ ഗെയിമിൽ സ്വന്തം മനോനില വരെ നഷ്ടപ്പെട്ട് സ്വയം കുത്തിമുറിവേൽപ്പിച്ച് മരിക്കുന്ന, ഇതൊക്കെ നിരോധിക്കേണ്ട കാലം എപ്പോഴേ അതിക്രമിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് കില്ലറാണ്. വീഡിയോ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ കൊച്ചു കുട്ടികൾ പോലും സംസാരിക്കുമ്പോൾ നിന്നെ ഞാൻ കൊല്ലുന്നാണ് പറയുന്നത്. അതൊക്കെ മാറേണ്ട ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സംസാരിക്കുകയുണ്ടായി. പക്ഷേ നമ്മളൊക്കെ വളരെ ലേറ്റായിട്ടല്ലേ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഷഹബാസിൻ്റെ കേസിലെ ആ കുറ്റവാളികളായിട്ടുള്ളവരെ പരീക്ഷ എഴുതാൻ അനുവദിച്ചത് 2 പക്ഷമുണ്ട്. സമൂഹം ചർച്ച ചെയ്യപ്പെടുന്നവരെ അവരുടെ കൂടെ സഹപാഠികളായിട്ടുള്ള കുട്ടികളുടെ സാന്നിധ്യത്തിൽ ആ കുട്ടികളെ പരീക്ഷ എഴുതിക്കാൻ ഇരുത്തുക. ഇനി അതല്ല, വേറെ പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തുക. അല്ലെങ്കിൽ വേറെ കുറേ പേര് പറയുന്നു അവരെ ഈ 1 വർഷം അവരുടെ അങ്ങ് പോകട്ടെ. ഇങ്ങനെയുള്ള ഈ 3 ഭാഗങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമം അവർക്ക് അനുകൂലമാണ്. ഒരു കുട്ടി കുറ്റവാളിയായിട്ടുള്ള ഒരാൾ കുറ്റകൃത്യം ചെയ്യുന്നതിന് നേരത്തെ നമ്മൾ പറഞ്ഞു, പെറ്റി ഒഫൻസ്, സീരിയസ് ഒഫൻസ്, ഹീനസ് ഒഫൻസ്. ഇവർ ഹീനസ് ഒഫൻസ് ചെയ്തവരാണ്. ഈ ഹീനസ് ഒഫൻസ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഏതെങ്കിലും തരത്തിൽ നാളെ ആ ജുവനൈൽ ജസ്റ്റിസ് കൈകാര്യം ചെയ്യുന്ന ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് കുറ്റവാളിയായി കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ ഒരു കുറ്റവാളിയാണെന്നോ എത്ര ശിക്ഷ കൊടുത്തെന്നോ അവൻ മുന്നേ ജെ ബോർഡ് ശിക്ഷിച്ചതാണെന്നോ നമ്മുടെ പൊതുസമൂഹം അറിയുന്നില്ല. അറിയാൻ പാടില്ല എന്നും അത് രഹസ്യമാക്കി വെക്കണമെന്നുമാണ് നിയമം പറയുന്നത്. ഈ രീതിയിൽ ആ ഒരു കുറ്റവാളിയായിട്ടുള്ള ആ കുട്ടി നാളെ 18 വയസ്സ് കഴിഞ്ഞ് സമൂഹത്തിലേക്ക് വരുമ്പോൾ അയാൾ ജെ ബോർഡ് ശിക്ഷിച്ച ഒരാളാണ് എന്ന് സമൂഹം എങ്ങനെ അറിയും? നമ്മുടെ നിയമത്തിലുള്ള വലിയൊരു പോരായ്മയാണിത്. അതുപോലെ തന്നെ 16 വയസ്സ്
0 മുതൽ 16 വയസ്സും 16 വയസ്സിന് മുകളിലും 18 വരെ, 16 വയസ്സിന് ശേഷം 18 വയസ്സിന് ഇടയ്ക്ക് ഹീനസ് ഒഫൻസ് ചെയ്യുന്ന ഒരു CCLനെ അല്ലെങ്കിൽ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ, ഒരു കുട്ടി കുറ്റവാളിയെ നമുക്കൊരിക്കലും പ്രതിയെന്ന് വിളിക്കാൻ പാടില്ല. അപ്പോൾ 16 മുതൽ 18 വയസ്സ് വരെ കുറ്റകൃത്യം ചെയ്യുന്ന കുട്ടി കുറ്റവാളിയായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ 16 വയസ്സിൽ ചെയ്യുന്ന ആ കുറ്റകൃത്യത്തെ അല്ലെങ്കിൽ ആ കുട്ടി കുറ്റവാളിയെ അഡൾട്ട് പേഴ്സണായിട്ട് പരിഗണിക്കാൻ പറ്റുന്ന ഒരു അസസ്മെൻറ്റ് നിയമത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ആ അസസ്മെൻറ്റ് നമ്മുടെ ഈ സമൂഹത്തിൽ ജുവനൽ ജസ്റ്റിസ് ബോർഡുകൾ ശരിയായി നീതി നിർവഹണം നടത്തുന്നുണ്ടോ പരിശോധനയ്ക്ക് വിധേയമാക്കണം. കാരണം 16നും 18നും ഇടയ്ക്ക് കുറ്റകൃത്യം ചെയ്യുന്ന കുറ്റവാസനയുള്ള കുട്ടിയായിട്ടുള്ളൊരു കുറ്റവാളിയെ നമ്മൾ വെറുതെ അങ്ങനെ ആ ഒരു കുട്ടി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുപോയി പൊതുസമൂഹത്തിൽ കാഴ്ചപ്പാടിൽ രീതിയിലേക്ക് കാണുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് 16നും 18 വയസ്സിനും ഇടയ്ക്ക് ഹീനസ് ഒഫൻസ് ചെയ്യുന്ന കുട്ടിയായിട്ടുള്ള കുറ്റവാളിയെ കുറച്ചുകൂടി ജുവനൽ ജസ്റ്റിസ് ബോർഡ് അവർ ചെയ്യുന്ന കുറ്റകൃത്യത്തെ നോക്കിക്കാണുകയും ആ രീതിയിൽ അതിൻ്റെ അകത്ത് ട്രയലിൽ അവരെ കൊണ്ടുവരികയും അവരെ അതിന് ശേഷം കൈകാര്യം ചെയ്യുകയും ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, ലഹരിയുടെ ഉപയോഗം കൊണ്ട് കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളുണ്ട്. ലഹരി ഇപ്പോൾ നമ്മൾ ആ ചാറ്റൊക്കെ കണ്ടു. ഇതിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ അവനെ കൊല്ലണം, കൊന്നാൽ ഞാൻ രക്ഷപ്പെടും, ഏത് രീതിയിൽ കൊല്ലണം, ഏത് മാർഗത്തിലൂടെ കൊല്ലണം, എനിക്ക് ഏത് രക്ഷ കിട്ടും, ആരുടെ രീതിയിലേക്ക് എനിക്ക് മാറ്റം കിട്ടും, അവരെയും കൊന്നാൽ ഇത്രയ്ക്കിത്ര എനിക്ക് വരാനുള്ളൂ, ഇതാണ് അയാളുടെ മനസ്സിലുള്ള നിയമത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുന്ന രീതി. ഇത് തന്നെയാണ് അവരെ ഇങ്ങനെയുള്ള കുറ്റകൃത്യത്തിലേക്ക് വീണ്ടും വീണ്ടും നയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് നമ്മൾ പഴിക്കുകയല്ല ചെയ്യേണ്ടത്. പൊതുസമൂഹവും ലോ എൻഫോഴ്സിങ് ഏജൻസിയും കോടതികളും അധ്യാപക സമൂഹവും വിദ്യാർത്ഥി സംഘടനകൾ, ചാനലുകൾ, അതുപോലെ സിനിമ, നമുക്കറിയാം ഈ അടുത്ത നാളിൽ ഇറങ്ങിയ സിനിമകൾ, നമുക്കറിയാം ഞാൻ കാണുന്നയാളാണ്. ഞാനൊന്ന് കണ്ടു നോക്കി, അടുത്തിറങ്ങിയ മാർക്കോ എന്ന് പറയുന്നൊരു സിനിമ കണ്ടു നോക്കി. എന്തൊരു മെസ്സേജാണ് ആ സിനിമ കാണുന്നതിലൂടെ സമൂഹത്തിന് കിട്ടുന്നത്. അതിൽ വയലൻസ് എന്ന് പറയുന്നതിനാണ് അതിന് മുൻതൂക്കം. എന്തിനാണ് സമൂഹത്തിലേക്ക് വയലൻസ് ഇങ്ങനെ കയറ്റിവിടുന്നത്? അതുപോലെ തന്നെ മറ്റ് പല സിനിമകളിലും ഒറ്റപ്പെട്ട സിനിമയല്ല എന്നുള്ളതാണ്. ഒരുപാട് അപ്രീസിയേഷൻ കിട്ടി, ഒരുപാട് അപ്രീസിയേഷൻ. കോടി ക്ലബിൽ കയറിയെന്നാ പറയുന്നത്. ഈ കോടി ക്ലബിൽ കയറിയത് കൊണ്ട് എന്താണ് പൊതുസമൂഹം അതുകൊണ്ട് എന്ത് ആണ് ആർജിക്കുന്നത്? സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. സെക്കൻഡ് പാർട്ട് കാണാൻ ആഗ്രഹിക്കുന്നു. ആ പാട്ടിലെ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കാവുന്ന വയലൻസ് ആണ്. KGF നായകനായിട്ടുള്ള ആളുടെ കുട്ടിക്കാലം കാണിക്കുന്നുണ്ട്. അവിടെ അമ്മ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഞാനത് മറന്നുപോയി അല്ലേ, 1000 പേർ നിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതല്ല നിൻ്റെ കാഴ്ചപ്പാട്, നിനക്ക് അവരിൽ ആ രീതിയിലാണ് കാണിക്കുന്നത്. അപ്പം അവിടെ ഹീറോയിസത്തിലേക്ക് ഒരു കുട്ടിയെ നയിക്കാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തെല്ലാം പിന്നെ എന്തിനേയും ഏതിനേയും എതിർക്കപ്പെടുന്ന കൗമാരപ്രായം ഇല്ലേ. അച്ഛൻ പറഞ്ഞാൽ അതിനെ എതിർക്കുന്നു, നീ പോകണ്ട, ഞാൻ പോകും. സ്കൂളിൽ അധ്യാപകർ പറയുന്നു നീ പഠിക്കണം, ഞാൻ പഠിക്കില്ല, അല്ലെ നീ ഇന്ന സ്ഥലത്തേക്ക് പോകാൻ പാടില്ല. ഒരു അച്ഛനും അമ്മയും വൈകുന്നേരം ട്യൂഷന് പോയി എന്ന് പറയുന്നൊരു കുട്ടി വൈകിയാൽ അതിനെ സംബന്ധിച്ച് ചോദിക്കാൻ അച്ഛനും അമ്മയ്ക്ക് നീ എന്തുകൊണ്ട് വൈകി, ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ 5 ദിവസവും കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി എന്ന് കുട്ടി പറയുന്നതിനെ 6ാമത്തെ ദിവസവും കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി എന്ന് പറയുന്നത് ചെക്ക് ചെയ്യാൻ ഇവിടെ ഞാൻ ഉൾപ്പെടെയുള്ള എത്രയോ മാതാപിതാക്കൾ ശ്രമിക്കുന്നു. ഇനി അങ്ങനെ ശ്രമിച്ചാൽ ആ കുട്ടിയോട് 2 ദിവസം ഒന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ 3ാമത്തെ ദിവസം വീട്ടിലെ മുറിയിൽ കയറി വാതിലടച്ച് ഒരു 6 മുഴം കയറെടുത്ത് കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണതയും നമ്മുടെ കുട്ടികളിലേക്ക് പോകുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇപ്പോഴത്തെ കൗമാരക്കാരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത നിലയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വിഷലിപ്തമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള ഒരു വല്ലാത്തൊരു ത്വരയാണ് നമ്മുടെ ഈ കൗമാരക്കാർക്കുള്ളത്. അത് ഒരു പരിധിവരെ പിടിച്ചു നിർത്തിയില്ല എങ്കിൽ ഇതുപോലെയുള്ള ഷഹബാസ് ബാർ ആ അമ്മയുടെ കണ്ണുനീർ നമുക്ക് എങ്ങനെ തുടയ്ക്കാൻ സാധിക്കും? ഇന്നലെ ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടു ഒരു വീഡിയോ, ഒരു 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 കളക്ട്രേറ്റിൻ്റെ മുമ്പിൽ ഒരു പിക്കറ്റിങ്ങിലേക്ക് വന്ന ആ അമ്മ സ്കൂട്ടറുമായിട്ട് വന്ന് പ്രതികരിക്കുന്നു. ഞാൻ ആ അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത്. ആ കുട്ടികളെ പരീക്ഷ എഴുതിച്ചതിലൂടെ എന്ത് മെസ്സേജ്! പക്ഷേ പരീക്ഷ എഴുതിക്കാതിരിക്കാനും പാടുണ്ടോ? അവർ നാളെ ബാലാവകാശ കമ്മീഷനിൽ പോയാൽ ആ നടപടി, സ്കൂളിൻ്റെ നടപടി തെറ്റാണെന്ന് വ്യാഖ്യാനിക്കപ്പെടും. അപ്പോൾ ഇതേ രീതിയിൽ എങ്ങനെ വേണം നമുക്കതിനെ അറ്റൻറ്റീവായിട്ട് അല്ലെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇതിലെല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പൊതുസമൂഹവും പോലീസും വിദ്യാർത്ഥി സമൂഹവും അതുപോലെ വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ സാംസ്കാരിക ഈ പറയുന്ന നായകന്മാരും അതുപോലെ തന്നെ ചാനലുകളും ഇവരെല്ലാവരും കൂടി കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ നമുക്കൊരു പരിധിവരെ ഇതിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ കുട്ടികളിൽ മുമ്പൊക്കെ രാഷ്ട്രീയ നേതാക്കൾ ഹീറോ ആയിരുന്നു, സിനിമാ നടന്മാരുണ്ടായിരുന്നു, എഴുത്തുകാരുണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ്
തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് കുറേ കുട്ടികൾ കൗമാരപ്രായക്കാരാണ്. അവർ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാൻ നിന്നു. ഒരു ഗുണ്ടാ നേതാവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനാണ് അവരുടെ ഹീറോ അതാണ്. അതേസമയം തന്നെ ഇവർ അവരുടെ മനോധൈര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്തെങ്കിലും വിഷയം വരുമ്പോൾ ഉടൻ തന്നെ ആത്മഹത്യയിലേക്ക് പോകുന്ന പ്രവണതയും. ഒരു മാറ്റം ഈ കോവിഡിന് ശേഷം, നേരത്തെ ഡോക്ടർ പറയുന്നുണ്ട്, ഈ കോവിഡിന് ശേഷം മൊബൈൽ ഉപയോഗം ഇതിൽ വലിയ മാറ്റം വരുത്തിയെന്ന് പറയുകയുണ്ടായി. ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ വരികയുണ്ടായി. ഇതിൽ ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്തിലൊരു വലിയൊരു മാറ്റം, എല്ലാ കുട്ടികളും ഞാൻ, എൻ്റെ, എനിക്ക്, ഇതിൽ മാത്രമാണ് അവർ നിൽക്കുന്നത്. ഈ ഞാൻ, എൻ്റെ, എനിക്ക്, എൻ്റെ ഫ്രീഡം ആയാലും എൻ്റെ അവകാശങ്ങൾ, എൻ്റെ ഇഷ്ടം, ഞാനാണ് എനിക്കിത്, ഞാൻ എന്തിനത് ചെയ്യണം, ഈ ഞാൻ, എൻ്റെ, എനിക്കിലുള്ള മാത്രം അവർ ഒതുങ്ങുകയാണ്. പക്ഷേ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യാമെന്നുണ്ടല്ലോ. ഇതിനൊക്കെ ഒരു മാറ്റം നമ്മൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതെങ്ങനെയെന്നുള്ളൊരു ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം പറയേണ്ടത്. ഒരു പാരൻ്റ് ആയാലും മാക്സിമം ഇവിടെ ഒരു കുട്ടിയെ ഞാൻ, എൻ്റെ, എനിക്ക് ആയി നിൽക്കുന്നതിൽ അവൻ്റെ റോൾ എത്രയുണ്ട്, അവൻ്റെ ഓരോ കാര്യങ്ങളിലും എത്ര എഫേർട്ട് പാരൻറ്റിൻ്റെ സൈഡിൽ നിന്നായാലും മറ്റു ആൾക്കാരുടെ സൈഡിൽ നിന്നായാലും ഉണ്ട്. ആകെ ഗവൺമെൻറ്റിൽ നിന്ന് നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്, കുറേ പേർക്ക് ഫ്രീ ഫുഡ് കിട്ടുന്നുണ്ട്, കുറേ പേർക്ക് ഫ്രീ. ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഞാൻ, എൻ്റെ, എനിക്ക് എന്നുള്ളതിൽ ഫുൾഫില്ല് ചെയ്യാൻ പാരൻറ്റിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഒരു വലിയൊരു സപ്പോർട്ടും വലിയൊരു റോളുണ്ട്. ആ റോളിൻ്റെ പിന്നിൽ വികാരവും ഉണ്ട് എന്നുള്ളത് കുട്ടികൾ തിരിച്ചറിയാൻ കമ്മ്യൂണിക്കേഷനിൽ കൂടെ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞ് കൊടുക്കണം. കാരണം വീടിൻ്റെ ഒരു സന്തോഷം എൻ്റെ എന്നുള്ളതല്ല, എൻ്റെ വീട് എല്ലാവർക്കും, എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രമായിട്ടാണ് നിൽക്കുന്നത് അവരിൽ. വീട്, കുടുംബം, ഇത്തരം കാര്യങ്ങളിലുള്ള സന്തോഷവും സമാധാനത്തിലും അവരുടെ കോൺട്രിബ്യൂഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മുൻകാലങ്ങളിൽ വീടുകളിൽ കൂട്ടായ്മകൾ ഉണ്ടാവാറുണ്ട്, വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥനയായാലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അതൊക്കെ നിർബന്ധമായിരുന്നു. അതിൽ കുട്ടികളുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ, എഡൽറ്റും ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വരെ മൊബൈലിലാണ്. ഇന്ന് എനിക്ക് വളരെയധികം കൗൺസിലിങ്ങുകൾ വരുന്ന ഒരു കാര്യങ്ങളിൽ ഹസ്ബൻഡും വൈഫിൻ്റെയും കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ നിന്നത് കോവിഡ് തുടങ്ങിയതിന് ശേഷമാണ്. എല്ലാവരും ഉറങ്ങണ വരെ മൊബൈലിലാണ്. മോശമായിട്ട് കാര്യത്തിലേക്കല്ല കേട്ടോ, പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ, കുട്ടികളുടെ മുഖത്ത് കാണുന്ന മാറ്റങ്ങൾ, അവരുടെ ചിന്തകളിൽ വരുന്ന മാറ്റങ്ങൾ ഏത് അച്ഛനമ്മമാർക്കും സൈക്കോളജിസ്റ്റൊന്നും ആവണ്ട കേട്ടോ മനസ്സിലാവാൻ. പക്ഷെ നോക്കണില്ല, ഇപ്പോൾ നോക്കാൻ നേരില്ല. പഴയ കാലഘട്ടങ്ങളിൽ റോൾ മോഡൽസും ഹീറോസും അവരവരുടെ പാരൻസ് ആയിരുന്നു. ഇന്നിപ്പോൾ നേരത്തെ ശ്രീ മുകേഷ് സൂചിപ്പിച്ചതുപോലെ അവരുടെ ഹീറോസും അവരുടെ റോൾ മോഡൽസും ഒക്കെ ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമയിൽ ഇപ്പോൾ നേരത്തെ കേക്ക് കട്ട് ചെയ്യണ കാര്യം പറഞ്ഞു. കേക്ക് കട്ട് ചെയ്യുന്നത് വാളുകൊണ്ട് കട്ട് ചെയ്യുന്നു. ആ വാളുകൊണ്ട് കട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതിനെ ഒരു ഹീറോയിസമാക്കി എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ ഇപ്പോൾ ഗെയിമിലേക്ക് കിടക്കുമ്പോൾ ഒരു തോക്ക് കൊണ്ട് കില്ല് ചെയ്ത് എത്ര പേരെ ഇത്ര സമയത്തിനുള്ളിൽ കൊല്ലാൻ സാധിക്കുന്നു, അപ്പോൾ ആ ഹീറോയിസത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ റോൾ മോഡൽസാക്കി കാണുന്നത് ഈ പറയുന്ന ഇതുപോലെയുള്ള അൺവാണ്ടഡ് എലമെൻറ്റ്സ്, മിസ്ക്രിയൻസിനെയാണ്. ആ രീതിയിലേക്ക് ചിന്ത കുട്ടികളുടെ പോയപ്പോൾ തന്നെ നമ്മളുടെ കുട്ടികൾ നേരായ രീതിയിലല്ല പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചു. ആ ഒരു രീതിയിലേക്ക് പോയില്ല എങ്കിൽ, കാരണം നമുക്കറിയാം പണ്ടായിരുന്നു നമ്മൾ പറയുന്നത് ഇന്നത്തെ കുട്ടികൾ നാളത്തെ പൗരന്മാരാണ്. ഈ കുട്ടികളെന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തികം, നമ്മുടെ എക്കോണമിയെ തന്നെ പിടിച്ചു നിർത്തുന്ന വലിയൊരു സ്രോതസ്സാണ് എന്നുള്ള കാഴ്ചപ്പാട് നമ്മുടെ സമൂഹം മറന്നിരിക്കുന്നു. അതിന് നമുക്ക് എല്ലാവർക്കും അവർക്കൊരു ഗൈഡൻസ് എങ്ങനെ കൊടുക്കണം എന്നുള്ളതിന് ഇപ്പോഴൊരു ഒരു തീരുമാനമോ ഒരു ഡിസ്കഷനോ എവിടെയും വരുന്നില്ല കേട്ടോ. കുട്ടികളെ മാറ്റണം, കുട്ടികളുടെ ചിന്താ രീതികളും മാറ്റണം. ശരി, എങ്ങനെ? അതിവിടെ ആരും എല്ലാവരും കുട്ടികളോട് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത്. പക്ഷെ എങ്ങനെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാം, എങ്ങനെയാണ് കുട്ടികളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്, ചിന്തകളിൽ എങ്ങനെ മാറ്റി. ഇതിനിപ്പോൾ ഒരു ദിവസം 2 ദിവസം കൊണ്ടല്ല. ഈവൺ ഒരു സിനിമ കഴിഞ്ഞ് വന്നാൽ പോലും ഈ മാർക്കോ പോലത്തെ സിനിമകളും, മാർക്കോ മാത്രമല്ല, ഈവൺ എൻ്റെ വീട്ടിൽ ഞാൻ മകനും കൂടിയിട്ട് പണി സിനിമ കണ്ടു വന്നു കഴിഞ്ഞ് ഞാൻ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചൊരു ടോപ്പിക്കാണ്. അവൻ പുറത്തൊക്കെ പഠിച്ച് വന്ന്, ഇവൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന മകനാണ്. കാരണം കാലം മാറി എൻ്റെ കൂട്ട, അത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഏതൊരു വ്യക്തിക്കും ഇന്ന് വയലൻസിലേക്ക് പോകാവുന്നൊരു കാലഘട്ടത്തിൽ എത്തിയെന്നും നമ്മൾ ഓരോരുത്തരും സമാധാനം ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് ചിന്തിച്ചാൽ മാത്രമേ ഇനി ഒരു ജനറേഷൻ സമാധാനം കാണുള്ളൂ. മനുഷ്യർ ഓടണത് മുഴുവൻ എന്തിനാ? സന്തോഷവും സമാധാനവും കിട്ടാൻ. സംശയമൊന്നുമില്ല. ആ സന്തോഷവും സമാധാനം എങ്ങനെയാണ് കിട്ടുക എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ടൈം വേണം. അത് ഇന്ന് ആർക്കുമില്ല. ശ്രീ ജയറായിലേക്ക് വരികയാണ്. അതായത് സമാധാനപരമായി ജീവിക്കാനുള്ളൊരു സാഹചര്യം കേരളത്തിൽ നഷ്ടപ്പെടുന്നു എന്ന ഒരു പരാതി, എന്ന ഒരു സങ്കടം കുറേ നാളുകളായി ഉയരുന്നതാണ്. തൊട്ട് മുമ്പിൽ പോകുന്ന ഒരു വാഹനം
അത് വളരെ മോശമായ രീതിയിലാണ്, തെറ്റ നിയമങ്ങൾ ലംഘിച്ചാണ് പോകുന്നത് എന്ന് നമ്മളത് ചൂണ്ടിക്കാണിച്ചാൽ ഒരു പക്ഷേ ആ വാഹനത്തിലുള്ളയാൾ ഇറങ്ങി വന്ന് അടിക്കുകയോ കത്തിയെടുത്ത് കുത്തുകയോ ചെയ്തേക്കാം എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ദമ്പതികളുമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊടുങ്ങല്ലൂരിലാണ് ഉണ്ടായത്. അവർ തെറ്റായ രീതിയിൽ വാഹനം ഓടിച്ചു അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ വലിയ കല്ലെടുത്ത് കാറിൻ്റെ ചില്ല് തല്ലി തകർക്കുക, കുട്ടികളൊക്കെ ഭയന്ന് വിറച്ചിരിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ആർക്കും തെറ്റ് പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല, മിണ്ടാതെ പൊക്കോളണം എന്ന രീതിയിൽ. ലഹരി അതിൽ വലിയൊരു ഘടകമായിട്ടുണ്ട്. മുൻകാലങ്ങളിലൊക്കെ കള്ള്, മദ്യം അല്ലെങ്കിൽ വ്യാജചാരായം ഉണ്ടായിരിക്കാം, ഒരു പരിധി വരെ കഞ്ചാവ്. ആ ഒരു കാലം മാറിയപ്പോൾ നമുക്ക് അറിയാത്ത പേരുകളിലുള്ള MDMA, അതുപോലെ ഒരുപാട് സിന്തറ്റിക് ഡ്രഗ്സ്, ആ ഒരു ലഹരിയിലേക്കുള്ളൊരു മാറ്റം. താങ്കൾ എത്രയോ വർഷങ്ങൾ പോലീസിൽ സർവീസ് കഴിഞ്ഞ് SP ആയി റിട്ടയർ ചെയ്തതാണ്. ആ ഒരു മാറ്റം താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ലഹരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 5000 വർഷങ്ങൾക്ക് മുമ്പ് സുമേറിയക്കാർ ഉപയോഗിച്ച് തുടങ്ങിയെന്നും ഇലിയഡിൽ പിന്നെ ഹെലൻ പറയുന്നുണ്ട്. ഫൊർഗറ്റ്ഫുൾനെസ് ഓഫ് പെയിൻ, സെൻസസ് ഓഫ് ഈവിൾ എന്നൊക്കെ ലഹരിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വിട്ടിട്ട് ഇപ്പോൾ കുട്ടികളുടെ ഒരു ലോകത്തേക്ക് വരികയാണെങ്കിൽ അവർ കൗമാരത്തിൽ ഫിസിക്കലി, ഇമോഷണലി, മെൻ്റലി ഒക്കെ ഒരു മുതിർന്ന പൗരൻ്റെ എല്ലാമായി, പക്ഷെ മനസ്സ് കുട്ടിയുടേതാണ്. ഹീറോയിസമാണ് അവരെ ഇത് ചെയ്യുന്നത്. അപ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിയമസഭയിൽ വരെ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു, ഇതിൻ്റെ ലഹരിയുടെ ഉറവിടം കണ്ടുപിടിക്കാത്തത് എന്തുകൊണ്ടാണ്? പലപ്പോഴും കോടതികളിൽ വരുമ്പോൾ സാറിനൊക്കെ അറിയാവുന്നതാണ്, കോടതികളിൽ വരുമ്പോൾ ഇതിൻ്റെ സോഴ്സ് ഇല്ലാത്തതിൻ്റെ പേരിൽ തന്നെ കേസുകൾ വിട്ടു പോകാറുണ്ട്, അത് കണ്ടുപിടിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ. അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒരു ലഹരി ഉണ്ടെങ്കിൽ ഇന്ന നമ്പറിൽ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതിലൊക്കെ കാണാം. അത് വിളിച്ചാലുണ്ടാകുന്ന കോൺസിക്വൻസസ്, കാരണം ഇവർ വളരെ ശക്തരാണ്, ഒരു സംഘടിതരാണ്. കാരണം അവരുടെ പങ്കിടലുകൾ മുഴുവനും, കൗമാരക്കാരുടെ പങ്കിടലുകൾ മുഴുവനും അവരുടെ കൂട്ടുകാരുമായിട്ടാണ്. അപ്പോൾ എവിടെന്നെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുത്തപ്പോൾ ഏതെങ്കിലും വീട്ടിൻ്റെ മുന്നിലിരുന്ന് ഒരു കൂട്ടം കൂടിയിരുന്ന് ഇത് ചെയ്യുകയാണെങ്കിൽ, ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ, ആ വിവരം അറിയാതെ അടുത്ത ഏതെങ്കിലും ടോൾ ഫ്രീ നമ്പറിലേക്കോ എവിടെയെങ്കിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പോലീസ് എക്സൈസ് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അന്ന് വന്ന് ആ വീട് തല്ലിപ്പൊളിക്കുന്നൊരവസ്ഥയാണ്. തല്ലിപ്പൊളിക്കാൻ മാത്രമല്ല, അവർ കൊല്ലാനും പഠിക്കില്ല, അതുപോലെയുള്ള എത്രയോ സംഭവങ്ങൾ. അപ്പോൾ ലഹരിയുടെ മറ്റൊരു കാണാപ്പുറമാണത്. കാരണം ലഹരിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇതിനിപ്പോൾ ഒരു ചർച്ചയുടെ ഒരു അവസാന ഭാഗം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ NCB ഉണ്ട്, നാഷണൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ, അത് വലിയ വലിയ ഇതിൽ പിടിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ കേരളത്തിൽ ഇതുപോലെ തന്നെ അടിയന്തരമായിട്ട് ഒരു സ്റ്റേറ്റ് ലെവലിൽ ഒരു നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഉണ്ടാക്കുക. അതിൽ പോലീസ് മാത്രമല്ല, എക്സൈസും അധ്യാപകരും അങ്ങനെ ഒരു ടീം വെച്ചിട്ട് ഓരോ ജില്ലയിലും, കാരണം ഇപ്പോൾ പോലീസിൽ തന്നെ ഞാനതിലേക്ക് സൂചിപ്പിക്കാം. മുൻകാലങ്ങളിൽ ഒരു വാർത്ത, ഒരു മാധ്യമപ്രവർത്തന നിലയിൽ വാർത്ത വരുമ്പോൾ നമുക്ക് അറിയാം, മുൻകാലം 25 ഗ്രാം കഞ്ചാവ് പിടിച്ചു, 50 ഗ്രാം കഞ്ചാവ് പിടിച്ചു, പരമാവധി 100 ഗ്രാം എന്നൊക്കെയായിരുന്നു. ഇപ്പോൾ പിടിക്കുന്ന കഞ്ചാവ് 80 കിലോ, 100 കിലോ, 150 കിലോ. MDMA 5 ഗ്രാം പിടിച്ച സ്ഥാനത്ത് ഇപ്പോൾ 250 ഗ്രാം, 500 ഗ്രാം, ആ രീതിയിലേക്ക് വലിയ രീതിയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. കഞ്ചാവ് കൊണ്ടു നടക്കുന്നതിനുള്ള ഒരു കാരണം നമുക്കത് ഈ പറയുന്ന പോലെ പൊതികെട്ടി വലിയൊരു, ഇപ്പോൾ MDMA ആകുമ്പോഴത്തേക്കും അത് വളരെ ആരും കാണാത്ത നിലയിൽ കൊണ്ടുപോകുന്നതിന്, ക്യാരി ചെയ്യുന്നതിനുള്ള കാരിയേഴ്സിന് കൊണ്ടുപോകുന്നതിനും അത് ഈ പറയുന്ന ഉപയോഗിക്കുന്നവർക്കൊക്കെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കഞ്ചാവൊക്കെ ഇപ്പോൾ നിലവിൽ ഈ ആളുകളുടെ ഇടയ്ക്ക് നിന്നങ്ങ് പോയി. ഇപ്പോൾ MDMA അടക്കമുള്ള മറ്റ് രാസലഹരി, സിന്തറ്റിക് അടക്കമുള്ള സാധനങ്ങളാണ് ഇപ്പോഴത്തെ തലമുറയുടെ ഉപയോഗം. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കൺട്രോൾ ബ്യൂറോ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ആശയമാണ്. അപ്പോൾ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകൾ, സ്കൂളുകൾ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ചാനലുകൾ, പോലീസ് സംവിധാനങ്ങൾ, എക്സൈസ് സംവിധാനങ്ങൾ, അതുപോലെ തന്നെ അധ്യാപകർ, സ്കൂളുകളിലുള്ള ക്ലബ്ബുകൾ, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാക്കി ഒരു കണ്ണിയായി കൊണ്ടുപോയി ഈ കുട്ടികളിലുള്ള മാറ്റങ്ങൾ സ്കൂളുകൾ ശ്രദ്ധിക്കാനും, ബസ് സ്റ്റോപ്പുകൾ ശ്രദ്ധിക്കാനും, അതുപോലെ മറ്റ് റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ഈവൻ എന്തിനു വേണ്ടി യാത്രയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പ് പോലും ശ്രദ്ധിക്കത്തക്ക നിലയിലുള്ള നല്ല ഒരു സംവിധാനം, ആ ഒരു രീതിയിലുള്ളൊരു കോർത്തിണക്കലിലൂടെ നമുക്കൊരു പരിധിവരെ ഇതിനെ നമുക്ക് തടയാൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. നമുക്കൊരു സമൂഹത്തെ പഴിച്ചിട്ട് കാര്യമില്ല. നമ്മൾ നാളുകളിൽ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? നിയമത്തിൽ പരിഷ്കരണം വേണമോ? കാലഘട്ടപ്പെട്ട നിയമങ്ങൾ മാറ്റി എഴുതണമോ? അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ മോഡസ് മാറ്റണമോ? അല്ലെങ്കിൽ കുറ്റവാളികളുടെ കുറ്റവാസനയെ ഏത് രീതിയിൽ നേരിടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പുതിയ സാഹചര്യങ്ങൾ സൃഷ്ടിക്കണമോ? പുതിയ സംവിധാനങ്ങൾ വേണോ? പുതിയ ഏജൻസികൾ വേണമോ? അപ്പോൾ റൈറ്റ് ടു പ്രൈവസി വെച്ചുകൊണ്ട് നമുക്കിപ്പോൾ കുട്ടികളുടെ ഈ വാട്സാപ്പ് ചാറ്റുകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പൂർണ്ണമായും പോലീസിന് ഈ പറയുന്ന അവരുടെ ചാറ്റുകൾ നിയന്ത്രിക്കുന്നതിനും അതിലേക്ക് സൈബർ പോലീസിൻ്റെ സഹായത്തോടെ നിരീക്ഷിക്കുന്നതിനും
നിരന്തരമായി ഇതിനെ വാച്ച് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ തടയാൻ സാധിക്കുമെന്ന്. ഇതിലൊരു കാര്യം പറയാനുള്ളത്, പിന്നെ ഇത് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നാടിൻ്റെ ഏറ്റവും ഡിസിപ്ലിൻ നോക്കുന്ന ഏറ്റവും വലിയൊരു റോൾ എടുക്കുന്നത് പോലീസുകാരാണ്. അതിൻ്റെ താഴെ നിൽക്കുന്ന നാട്ടുകാർ, വീട്ടുകാരൊക്കെ. പോലീസുകാർക്ക് എത്ര ഫ്രീഡം ഉണ്ട് ഇപ്പോൾ ഇത് നോക്കാൻ? പൂരപ്പറമ്പിൽ, ഞാനത് ലൈവായിട്ട് എനിക്ക് പോലീസുകാർ ഫ്രണ്ട്സ് ഉണ്ട്, പൂരപ്പറമ്പിൽ രാത്രി 9 മണിക്ക് ശേഷം പൂരപ്പറമ്പിൻ്റെ ഉള്ളിൽ കുട്ടികൾ, ഒരു 20 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഇരുന്ന് സംസാരിക്കുന്നു. അവർ ഡ്രസ്സിൻ്റെ ഉള്ളിൽ കൈയിട്ടിരുന്ന് സംസാരിക്കുന്നു, പലതും ചെയ്യുന്നു. ഒരു പോലീസുകാരൻ കണ്ടാൽ പോലും നോക്കാണ്ട് പോണ ഒരവസ്ഥയിലല്ലേ നമ്മുടെ നാട്. ചോദ്യം ചെയ്താൽ ആ ഇതുകൂടെയൊക്കെ എന്ത് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തേക്കിൻകാട് മൈതാനിയിൽ പിങ്ക് പോലീസ് സദാ ഉള്ളതാണ്. സാഹചര്യങ്ങളുള്ളപ്പോൾ അവർക്ക് ചോദിക്കാൻ കഴിയുന്നില്ല. വിദ്യാർത്ഥികൾ കുട്ടികൾ തിരിച്ച് അവരുടെ അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളെ കോടതി കയറ്റുമെന്നാണ് പറയുന്നത്. തിരിച്ച് വീട്ടിലെത്തിയില്ലെങ്കിൽ വിഷയം പോലീസുകാർക്കാ, ചോദിച്ച പോലീസിനാ. പിങ്ക് പോലീസിൻ്റെ ഒരു ഓൾ ഡിസ്ട്രിക്റ്റ് ഒരു മോട്ടിവേഷനായിട്ട് ഒരിക്കലും ഓൺലൈനിൽ സംസാരിക്കേണ്ടി വന്നു പോലീസ് അക്കാദമിയിൽ വെച്ച്. അപ്പോൾ എറണാകുളം യൂണിറ്റിലുള്ളവർ പറഞ്ഞു വെച്ചാൽ സുഭാഷ് പാർക്കിനകത്ത് ഈ ഒരുപാട് കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും കുട ചൂടിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് എന്തും ചെയ്യുകയാണ്. അപ്പോൾ ജനങ്ങൾ ഒരുപാട് പരാതി പറഞ്ഞപ്പോൾ ഇവരവിടെ ചെന്ന് പറഞ്ഞ് അവരെ കുടയൊക്കെ നീക്കിയപ്പോൾ ഇവരൊക്കെ വേറെ ലെവലിലാണ്. അപ്പോൾ അവരെടുത്ത് ഇതെന്തെങ്ങനെ ചെയ്യുന്നു ചോദിച്ചപ്പോൾ അവരുടെ മറുപടി എന്തായിരുന്നു വെച്ചാൽ, നിങ്ങളുടെ കാലത്ത് നിങ്ങൾക്ക് ഇതൊന്നും സാധിച്ചിട്ടില്ല, ഞങ്ങളിത് ചെയ്യുന്നതിൻ്റെ കുശുമ്പാണ്, ഞങ്ങൾ 18 വയസ്സ് കഴിഞ്ഞവരാണ്, ഞങ്ങൾ ഇങ്ങനെയാണ് അവരുടെ നിങ്ങളുടെ ഈഗോയാണ്. നിങ്ങളുടെ ഈഗോ ആണ്. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഓവർ ക്രൗഡഡ് ആണ്, ഒരുപാട് ജോലികളുണ്ട്. ഇത് തീർച്ചയായിട്ടും എക്സൈസിനാണ് കൂടുതൽ റോളുള്ളത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെയുള്ള ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ. വേറൊരു പ്രധാന പ്രശ്നം, ഇപ്പം ഇങ്ങനെ വരുമ്പോൾ ചില ആളുകൾ ചോദിക്കുന്നത് നിങ്ങൾ സദാചാര പോലീസ് ചമയുകയാണോ? ആ ഒരു രീതിയിലേക്കാണ് ചില സമൂഹം ചില സ്ഥലങ്ങളിൽ ചെന്ന് ഇടപെടാൻ പോകാത്തത്. കാരണം അവരാകപ്പാടെ തിരിച്ച് പിന്നീട് അവർ കോടതി കയറേണ്ട സാഹചര്യം അല്ലെങ്കിൽ ആളുകൾ മനുഷ്യാവകാശങ്ങൾ പ്രതികളുടെ മാത്രമാണ് ചിന്തിക്കുന്നുള്ളൂ. ഈ ന്യൂനപക്ഷം, ഈ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് ജീവിക്കാനുള്ള മനുഷ്യാവകാശമില്ലേ, അത് സംരക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള കൺസേൺ ഇല്ല. കൺസേൺ മുഴുവനും പ്രതികൾക്ക് ഉള്ള ഇതുകളാണ്. ഈ വ്യൂവിൽ മാറ്റം വരുന്ന അപ്രോച്ചുകളിൽ വരേണ്ട മാറ്റങ്ങളാണ് ഈ പറയുന്നത്. അല്ല, ആദ്യം കുടുംബം നന്നാവണം, കുടുംബം നന്നായതിനു ശേഷം കുട്ടികൾ നന്നാവണം. കുട്ടികൾ നന്നായി കണ്ടാൽ മാത്രമേ സ്കൂളിൽ ചെന്നാൽ അധ്യാപകരോട് ആ രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഞാൻ നന്നാവാതെ എൻ്റെ കുട്ടികൾ നന്നാവണമെന്ന് ഞാൻ വാശി പിടിച്ചിട്ട് കാര്യമില്ല. അല്ല, പാരൻസിന് കുട്ടികൾക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ മാത്രമായിട്ടുള്ളൊരു റോളുള്ള ഒരു കാലഘട്ടത്തിലേക്ക് എത്തുകയാണ്. അവർക്ക് അവകാശങ്ങളും അവരുടെ കാര്യങ്ങൾ ചെയ്യുക, അവരെ കറക്റ്റ് ചെയ്യാൻ പാടില്ല, അവരെ ചീത്ത പറയാൻ പാടില്ല. ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കറക്ഷൻസ് വരിക, മാറ്റങ്ങൾ വരിക? ഈവൺ ഒരു പാരൻറ്റ്, ഒരു സ്കൂളിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി യൂണിഫോം ഇടാണ്ട് വരികയാണ്. അപ്പോൾ ടീച്ചർ ചോദിച്ചു, എന്താ മോളെ യൂണിഫോം ഇടാത്തത്? അലക്കിയിട്ടില്ല. അപ്പോൾ ഒരു ടീച്ചർ പറയുകയാണ്, മോള് അടിവസ്ത്രങ്ങൾ അലക്കണില്ലേ? ഞാൻ അലക്കാറില്ല. എന്നാലേ മോള് ഇതെല്ലാം കൂടി ഒരു ഇച്ചിരി സോപ്പ് പൊടി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് 5 മിനിറ്റ് ഇട്ടാൽ ഒന്നിങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ഇട്ടാൽ തീരാവുന്ന കാര്യമുള്ളൂ. ഇത് 100% ശരിയാ. ഫെയർവെൽ പാർട്ടി എന്ന് പറഞ്ഞ് നടക്കുന്നത് ഇപ്പോൾ എന്താണ്? നമ്മൾ കണ്ടില്ലേ, വാഹനങ്ങൾ കൊണ്ടുവന്ന് അത് ഗ്രൗണ്ടിലിട്ട് ഓടിക്കുക. ഇപ്പം കുട്ടികളെ സംബന്ധിച്ച് വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ കുട്ടികൾ 18 വയസ്സ് പ്രായപൂർത്തിയാകാത്ത അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാത്ത കുട്ടികൾ വാഹനം ഓടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേരൻസിനെ അല്ലെങ്കിൽ പേരൻറ്റിനെ അല്ലെങ്കിൽ ഫാദറിനെ പ്രതിയാക്കി കേസെടുക്കുന്നു. ഇത് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തടയാണത്. ഞാൻ ഓടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ അച്ഛൻ പോയി ട്രയൽ ഫേസ് ചെയ്തോളും എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടും ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് വളം വെച്ച് കൊടുക്കുന്ന നിലയിലുള്ള ഇത്തരത്തിലുള്ള നിയമങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങൾ. ഇതിൽ ഈ പാരന്റ് വന്നിട്ട് സ്കൂളിൽ കംപ്ലൈൻറ്റ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ ഇഷ്യൂല് എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ എന്തിനാണ് ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് അലക്കാൻ വരെ അറിയില്ല എന്നുള്ള മട്ടിൽ ഇൻസൾട്ട് ചെയ്തത്? അലക്കാൻ അറിയില്ല, ഇൻസൾട്ട് ഒരിക്കലും കുട്ടികൾക്ക് ഇഷ്ടമല്ല. അല്ല, ഇത് ഇങ്ങനെയാണോ ഒരു പാരന്റ് കാണേണ്ടത്? എത്രയോ ദിവസമായിട്ട് യൂണിഫോം ഇട്ട് വരാത്തത് അതാണ് പറഞ്ഞത്. അധ്യാപകർ കുട്ടികളെ ഭയക്കുന്നു എന്നുള്ളത് 100%. നേരത്തെ ശ്രീ ജയരാജ് പറഞ്ഞില്ല, NCB ഏത് രീതിയിലുള്ള ഇടപെടൽ, അതിനിടയിലാണ് ഞാൻ സംസാരിച്ചത്, അതൊന്ന് പറയാമോ? NCB ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ഷാറുഖ് ഖാൻ്റെ മകനെ ബോംബെയിൽ കപ്പലിൽ വെച്ചിട്ട് DJ പാർട്ടി നടക്കുമ്പോഴാണ്. അത് വലിയൊരു നാഷണൽ ഇതിനകത്ത് വലിയൊരു ഇൻ്റർനാഷണൽ വാർത്തയാകുന്നത്. അത് അത്രയും കോടികളുടെ ഇതിനകത്ത്. കാരണം നമ്മുടെ ഒരുപാട് പൊതു ഇടങ്ങൾ നിരന്തരമായ നിരീക്ഷണത്തിന് വിധേയമാകേണ്ടതുണ്ട്, പ്രത്യേകിച്ച് സ്കൂൾ ക്യാമ്പസുകൾ. ഇപ്പോൾ എറണാകുളം പോലുള്ള സിറ്റികളിലൊക്കെ രാത്രി 11 മണിക്ക് ശേഷം എന്താണ് ആ റോഡ് ജംഗ്ഷനുകളിലും മറ്റുള്ളതൊക്കെ നടക്കുന്നത്, അവിടെയുള്ള കൂട്ടായ്മകൾ ഒരു വളരെ ഭീകരമായൊരു ചിത്രമാണ്. ശരിക്കും നമ്മൾ വാസ്തവം പറഞ്ഞ് ഈ ഭ്രാന്താലയത്തിൽ നിന്ന് ഗോഡ്സ് ഓൺ കൺട്രിയിലേക്ക് മാറിയത് ഒറ്റ ദിവസം കൊണ്ടൊന്നുമല്ല.
ഒരുപാട് കൂട്ടായ്മയായിട്ടുള്ള നവോത്ഥാനമായാലും ഒരുപാട് ഇതുകളാണ്. അതുപോലെ മലയാളിക്കത് കഴിയും, കേരളത്തിനത് കഴിയും. കാരണം ഏതെങ്കിലും ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലെങ്കിലും അംഗമാകാത്ത ഒരാളും കേരളത്തിലുണ്ടാവില്ല, ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും. അപ്പോൾ ഒരു മെസ്സേജ് ഇടാനും ഒരു മോട്ടിവേഷൻ ഉണ്ടാകാനും കൂട്ടായ്മ ഉണ്ടാകാനും ഒരു മെസ്സേജ് കൊടുക്കാനും ഒരു സെക്കൻഡുകൾക്കകത്ത് അത് കേരളത്തിൽ ചെയ്യാൻ കഴിയും. എല്ലാത്തിനും സർക്കാരിനെ ആശ്രയിച്ചോ സർക്കാർ സംവിധാനത്തെ ആശ്രയിക്കുന്നതിലുപരി ഇത്ര എന്ത് ചെയ്യാൻ കഴിയും. ഇതുപോലെ ഈ ചർച്ചകൾ തന്നെ ഇങ്ങനെ ഒരുപാട് ലൈവ് പോയി കഴിഞ്ഞാൽ ഇനി കുറച്ച് കാലത്തേക്കെങ്കിലും ഈ മീഡിയകളൊക്കെ തെരുവ് നായ്ക്കൾക്ക് കടിച്ചിട്ട് ഇത്ര ആൾക്കാർക്ക് പരിക്കേറ്റു, അതിങ്ങനെ അത് എന്തെങ്കിലും വാർത്ത കിട്ടിയാൽ അതിനകത്ത് അങ്ങനെ പോകുന്നതിന് പകരം ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു ദിവസം ഇത്ര ശതമാനമെങ്കിലും സമയം ഈ കുട്ടികളുടെ ഈ രീതിയിൽ സ്കൂൾ ക്യാമ്പസുകൾ അകത്തും പുറത്തും വളരെയധികം, കാരണം കോപ്പി അടിക്കുന്നത് പിടിക്കാൻ ഒരു ടീച്ചർക്ക് പറ്റില്ല, പേടിയാണ്. ഞാൻ ഈ ORC എന്ന് പറഞ്ഞിട്ട് വിജയൻ സാർ കൊണ്ടുവന്നൊരു സംവിധാനമുണ്ട്, കുട്ടി പോലീസ് പോലെ, അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട്. അതിന് ഈ ഇവിടുത്തെ ബോയ്സ് ഹൈ സ്കൂളിൽ ക്ലാസ്സിൽ കഴിഞ്ഞ് വന്നപ്പോൾ അവിടുത്തെ HM-നോട് ഞങ്ങൾ പറഞ്ഞിരുന്നു, കുറച്ച് കുട്ടികളെ ഈ ഹൈസ്കൂൾ ക്ലാസ്സിലെ കുട്ടികളെ ഇരുത്തണം, എന്നിട്ട് നമ്മൾ പറയാം. അവർക്ക് പറഞ്ഞ മറുപടി പരീക്ഷയാണ് പിള്ളേർക്ക്. എന്നിട്ട് അവർ അവസാനം കളക്ടറെ കൊണ്ടൊക്കെ വിളിച്ച് പറയിപ്പിച്ച് വന്നപ്പോൾ ക്ലാസ്സിൽ കൊണ്ടിരുത്തിയത് LP സ്കൂളിലെ കുട്ടികളെയാണ് നമ്മൾ ഈ ഇതിനെ അവബോധം ഉണ്ടാക്കാൻ കൊണ്ടുവരുത്തിയത്. അപ്പോൾ ലീസ്റ്റ് കൺസേൺ ആണ് അതിനകത്ത്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഈ കുട്ടികളുടെ അടുത്തൊക്കെ കോപ്പി അടിക്കാനായിട്ട് പിടിച്ചു എന്ന് പറയുമ്പോൾ കുട്ടി ഭീഷണിപ്പെടുത്തുക എന്ന് പറയും. ഈ വിവരം അറിയും, ഈ കോപ്പി അടിച്ച് പിടിച്ച വിവരം അറിയും. ഈ കറക്റ്റാണ്. അധ്യാപകർ എങ്ങനെയെങ്കിലും ആ ഒരു ഡിവിഷൻ ഫാൾ ഇല്ലാതിരിക്കാനും എങ്ങനെയെങ്കിലും ആ ജോലി ഒന്നാം തീയതി ശമ്പളം കിട്ടും. നമ്മൾ കണ്ടല്ലോ, ജോലി ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഗതി നമ്മൾ കണ്ടല്ലോ. ടീച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നോബിൾ പ്രൊഫഷൻ ബൈ ബർത്ത് എന്നൊക്കെയാണ് നമ്മൾ, ടു നോ അവേഴ്സ് ആൻഡ് അതേഴ്സ് ബെറ്റർ എന്നൊക്കെയാണ് നമ്മൾ ഡെഫിനേഷനൊക്കെ പറയുക. അത് മാറിയിട്ട് ഒരു ശമ്പളം കിട്ടുന്ന ഒരു ജോലി മാത്രമായിട്ട്, അതായത് ഗുരു എന്ന ഒരു സ്ഥാനത്തേക്ക് അധ്യാപകന് വരാൻ കഴിയുന്നില്ല. പോലീസിന് ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി എന്ന രീതിയിലേക്ക് വരാൻ കഴിയുന്നില്ല. അത് ഹെൽപ്ലെസ് എന്നൊന്നും പറഞ്ഞിട്ട് നിവൃത്തിയില്ല. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ NDPS കേസുകളൊക്കെ അത് ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പാടില്ലാത്തതാണ്. എന്നാലും അറിയണമല്ലോ സമൂഹം. NDPS കേസുകൾ ഒരു മാസത്തിലാണ് ഡിറ്റക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് ടാർജറ്റ് കൊടുത്ത് അല്ലെങ്കിൽ സോമോട്ടോ കേസ് പിടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാർജറ്റ് ഉണ്ടാവും. പിടിക്കുന്നത് ഈ പുക വലിച്ചു വിട്ടുന്നുള്ള സാധാരണ കേസുകളാണ്. NDPS-ൻ്റെ 27 മറ്റോമാണ് ആ സെക്ഷൻ പ്രകാരമാണ് കൊടുക്കുന്നത്. പ്രധാനപ്പെട്ട കേസുകളൊന്നും പിടിക്കണം. ഡിറ്റക്ഷനിൽ അതിൻ്റെ പ്രൊസീജിയറുകൾ വളരെ സങ്കീർണമാണ്. അതിലെന്തെങ്കിലും വീഴ്ച വന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥന് പണി കിട്ടും. അവരുടെ പേര് ചിലപ്പോൾ കേസ് തന്നെ എടുത്തുനിന്ന് വരും. അതിന് സ്പെഷ്യൽ കോടതികളാണ്. അപ്പോൾ അതിനുള്ള സമയം സാവകാശമൊന്നും പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർക്ക് കിട്ടുന്നില്ല. അവർ ഒന്നുമില്ല ഒരു ഗ്രേഡ് SIക്ക് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ അവർ റിട്ടയർമെൻറ്റിൻ്റെ ഒരു കമ്പൽസറി പോകുന്ന രീതിയിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇതുപോലുള്ള NDPS കേസുകൾ. ഇതുപോലെ ശക്തമായ ഇടപെടലുകൾ ഇപ്പോൾ നാർക്കോട്ടിക് സംഘം വരണം, അതുപോലെയുള്ള നിരീക്ഷണം ശക്തമാക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമാണ് ഇപ്പോൾ ഈ കൗമാരം കേരളത്തിലെ കൗമാരം ശരിക്കും ലഹരി വലയിൽ തന്നെയാണ്, അറിഞ്ഞോ അറിയാതെയോ അതിലേക്കുള്ളൊരു മാറ്റമാണ്. അതിന് ഒരു പ്രധാന ഈ കുട്ടികളുടെ വാട്സാപ്പ് ചാറ്റ് കൃത്യമായി നിരീക്ഷിക്കാനായിട്ടുള്ള കാരണം ഏതൊക്കെ ഗ്രൂപ്പുകളിൽ തൻ്റെ മകൻ അംഗമാണ്, ആ അംഗമായിട്ടുള്ള ആ വാട്സാപ്പ് ചാറ്റ് എന്തൊക്കെയാണ് കുട്ടികൾ തമ്മിൽ സംവദിക്കുന്നത്, എന്തൊക്കെ മെസ്സേജുകളാണ് അയക്കുന്നത് എന്ന് ആ രീതിയിൽ വാച്ച് ചെയ്യാൻ പേരൻസും അധ്യാപകരും മറ്റ് പൊതുസമൂഹവും തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഒരു പരിധിവരെ വഴിതെറ്റി പോകുന്ന ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അത് കൃത്യമായിട്ട് വാച്ച് ചെയ്യണം. അല്ലാതെ എൻ്റെ മകൻ്റെ ആ ഒരു ഇപ്പം എല്ലാത്തിനും ഫോണിന് ലോക്കുണ്ട്, ആ ലോക്ക് തുറക്കാൻ പോലും പേടി, അല്ലെങ്കിൽ ലോക്കിൻ്റെ എന്താണ് കോഡെന്ന് ചോദിക്കാൻ പോലും പാരൻറ്റിന് കുട്ടികളോട് ചോദിക്കാൻ പേടിയെന്ന് പറഞ്ഞാൽ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും അറിയില്ല. എക്സാക്ട്ലി. 15 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയെ അനുസരിപ്പിക്കാൻ ഇന്ന് മാതാപിതാക്കൾക്ക് കഴിയില്ല. അവര് ഇഷ്ടമില്ലാത്തൊരു കാര്യം അവര് കുട്ടിയുടെ അവകാശവാദം അവർ മനസ്സിലാക്കിയിരിക്കുന്നത് അവകാശമാണ്. അവനൊരു കുട്ടിയായിരിക്കാൻ ചോദ്യം ചെയ്യാൻ പറ്റില്ല. രണ്ട് രീതിയിൽ, ഒന്നുകിൽ ആക്രമിക്കുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക. പിന്നെ രക്ഷിതാക്കൾ പേടിക്കില്ലേ എന്നുള്ളതാണ് അവന്റെ അവകാശവാദമായിട്ട് അവൻ കാണുന്നത്. അല്ല, പക്ഷേ 15 വയസ്സിന് മുമ്പുള്ള സമയങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ഒരുപാട് സമയങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ പാരന്റ് അപ്പോഴും കുട്ടികളെ പേടിക്കരുത്. കുട്ടികളോട് നോ പറയേണ്ട കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് നോ എന്ന് പറയണം. വെറുതെ നോ പറഞ്ഞാൽ പോരാട്ടോ, അത് പറഞ്ഞ് ഏത് മാർഗത്തിലും നേരത്തെ ശ്രീ ജയരാജ് സൂചിപ്പിച്ച പോലെ ഏത് മാർഗത്തിലും നീ ഒന്നാമനാവണം. അത് വേറൊരാളുടെ കോപ്പി അടിച്ചിട്ടാണെങ്കിലും തിരക്കേടില്ല, അല്ലെങ്കിൽ ഒരാളെ കുത്തി പരിക്കേൽപ്പിച്ചിട്ടാണെന്ന് തിരക്കേടില്ല. നീ ഒന്നാമനാവണം, A+ ആവണം, അല്ലെങ്കിൽ നീ ഇന്ന ആളാവണം. അതിനുവേണ്ടി നീ എന്ത് മാർഗവും സ്വീകരിച്ചോളൂ, നീ ഒന്നാമനായി എനിക്ക് കണ്ടാൽ മതി എന്നുള്ള പേരൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശവും ഇതിൻ്റെ അകത്ത് നോക്കേണ്ട ഒരു കാര്യമാണ്. നല്ലപോലെ എക്സ്പ്രഷൻ, സ്നേഹം. പണ്ട് നമ്മുടെയൊക്കെ പാരൻസിൻ്റെ സമയത്ത് നമ്മൾ ചേർത്ത് പിടിക്കുന്ന പാരൻസ് വളരെ കുറവാണ്. കെട്ടിപ്പിടിക്കുക, ചേർത്ത് പിടിക്കുക, ടച്ച് കുറവാണ്. പക്ഷേ ഇന്ന് ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയൊരു മാർഗം ടച്ചാണ്. കുട്ടികളെ സ്നേഹിക്കുക, തൊട്ട് തലോടി കാര്യങ്ങൾ പറയുക, സമയം വേണം, ക്ഷമയും വേണം. ഈ 2 കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 15-ന് മുമ്പ് ഇൻഫ്ലുവൻസ് ചെയ്തില്ലെങ്കിൽ 15-ന് ശേഷം ഒരാൾക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അതിൽ മുമ്പ് വേണം ആ ഇൻഫ്ലുവൻസ് കൊടുക്കേണ്ടത്.
സാധാരണ ഇപ്പോഴത്തെ ഒരു കേരളത്തിലെ മലയാളിയുടെ ഒരു പാരൻറ്റിങ്ങിൻ്റെ ഒരു വലിയൊരു അപാകത എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് കടം മേടിച്ചിട്ടാണെങ്കിലും കുട്ടികളുടെ ആഗ്രഹങ്ങൾ നിവർത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആ രീതിയിലേക്കാണ് പാരൻറ്റ്. അതിൽ മാത്രമാണ് ശ്രദ്ധ. അല്ല ഇപ്പം പല എന്താ പറയുക പാരൻറ്റ് മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ അമ്മമാരാണ് വരിക. കാരണം അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഏത് സിലബസിലാണ്, കേരള സിലബസാണ് CBSE സിലബസാണെന്ന് പോലും അച്ഛന്മാർക്ക് അറിയാത്ത മാതാപിതാക്കളുണ്ട്. അതുപോലെ അച്ഛൻ പുലിയാണെന്ന് പറയുന്ന മാതാപിതാക്കളുണ്ട്. അതൊന്നും ഒക്കെ ഒരു ബാധ്യതയാണ് ഈ രീതിയിൽ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ചിന്തകളും ലഹരിയുടെ ചിന്തകളൊക്കെ ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചർവാകം പറഞ്ഞിട്ടുണ്ട് ഈറ്റ് ഡ്രിങ്ക് ആൻഡ് ബി മെറീന്ന്. അങ്ങനെ ഒരു ലൈഫ് ഇസ് ടു എൻജോയ്. ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്കുണ്ട്. പക്ഷേ അവിടെ ഒരു കറക്ഷണറി മെഷീനറി പിന്നീട് വന്നു. അപ്പോൾ കേരളത്തിന് അടിയന്തരമായിട്ട് ഇനി ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് ഇങ്ങനെ എത്തി എന്നുള്ളതല്ല. കുട്ടികൾ ചോദിക്കുന്നത് ഈ സാഹചര്യം ഉണ്ടാക്കിയത് ഞങ്ങളാണ്. കുട്ടികളുടെ ചോദ്യത്തിന് എന്താ മറുപടി? ഇപ്പോൾ ഈ കാണുന്ന ഈ സാഹചര്യം ഉണ്ടാക്കി ഞങ്ങളല്ലല്ലോ. അപ്പം അത് ചോദ്യം വരുന്നത് സമൂഹത്തിലേക്കാണ്. അതെ, അതിൽ തന്നെ അടിവരയിട്ടുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. കാരണം അതെ, ഈ സാഹചര്യമാണ് മാറേണ്ടത്. കുട്ടികൾ തെറ്റായ രീതിയിലേക്ക് പോകുന്നുണ്ട്, ലഹരി വലയിൽ തന്നെയാണ് കൗമാര്യം. പക്ഷേ സാഹചര്യം മാറേണ്ടത്, കേരളത്തിൻ്റെ സാഹചര്യം മാറേണ്ടത് അത്യാവശ്യമാണ്. എന്തായാലും അതിലൊരു മാറ്റം വരുമെന്ന് തന്നെ കരുതാം. ഒരു ഭ്രാന്താലയമായിരുന്ന കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടായി മാറി വീണ്ടും ഒരു ഭ്രാന്താലയത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ ആ തിരിച്ചറിവിലൂടെ തിരുത്താൻ എല്ലാവരും തയ്യാറാകണം. അതിനെ രക്ഷിതാക്കൾ, അധ്യാപകർ, നിയമപാലകർ, ഭരണകൂടം എല്ലാം കൈകോർത്താൽ മാത്രമേ കുട്ടികളെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയുള്ളൂ. ഒരുപക്ഷെ അവർക്ക് ഒറ്റയ്ക്ക് രക്ഷപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കേരളം മാറുമ്പോൾ ഒരുമിച്ച് നിന്ന് നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാം. ഈ സമകാലികമായി വലിയ പ്രാധാന്യമുള്ളൊരു വിഷയത്തിൽ ചർച്ചയ്ക്കായി നമ്മോടൊപ്പം ഉണ്ടായത് റിട്ടയേർഡ് SP ശ്രീ RK ജയരാജാണ്. അതുപോലെ തന്നെ വാളയാറിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കൂടിയായ അഡ്വക്കേറ്റ് പയസ് മാത്യു, ഡോക്ടർ ഗീതു രാംദാസ് സൈക്കോളജിസ്റ്റാണ്. 3 പേരെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ ചർച്ച ഇവിടെ സമാപിക്കുന്നു.